നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം അവസാനം ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ 2025 മുഴുവൻ ചേട്ടായെ കൂട്ടുപിടിച്ചോളാനുള്ള ഒരു സന്ദേശമാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2025 നമ്മുടെ ധ്യാനങ്ങൾ മുഴുവൻ പൗളിൻ സെൻറ്റേഡ് ആയിരിക്കും, പൗലോസ്ലീഹായെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. എൻ്റെ മനസ്സിൽ കയറിയ ഒരു ബോധ്യതാണ് പൗലോസ്ലീഹായുടെ കണ്ണുകളിലൂടെ ഈശോയെ കാണുക. സീയിങ് ജീസസ് ത്രൂ ദി ഐസ് ഓഫ് പോൾ. പൗലോസ്ലീഹ ഈശോയെ കണ്ട പോലെ കാണുക എന്നുവെച്ചാൽ നമ്മളെ മാനസാന്തരത്തിൻ്റെ കഥയിലൊക്കെ ആ ഒരു സംഭവത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു 2-3 ദിവസം പ്രാർത്ഥനയും ഒരു സൈലൻസിനും ഒക്കെ ശേഷം ഈശോയെ തിരിച്ചറിഞ്ഞ ആ മൊമെൻ്റ് മുതൽ ഈശോ ദൈവോത്തനാണെന്ന് എല്ലായിടത്തും പോയി പ്രഘോഷിക്കാൻ തുടങ്ങി. പിന്നെ സംശയങ്ങളൊന്നുമില്ല. പത്രോസ്ലീഹ വരെ സംശയിച്ചു, പത്രോസ്ലീഹ വരെ തള്ളിപ്പറഞ്ഞു. പക്ഷെ പൗലോസ്ലീഹ തള്ളിപ്പറഞ്ഞില്ല, സങ്കടമൊക്കെ പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു, ഞാനൊരു പാപിയാണെന്നൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞ വർഷം കണ്ടത് പൗലോസ്ലീഹയുടെ ഒരു വചനം വായിച്ചിട്ട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റില്ല. കരച്ചിൽ നിർത്താൻ പറ്റില്ലെന്ന് വെച്ചാൽ എനിക്ക് പൗലോസ്ലീഹ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വ്യക്തിയടുപ്പം, ആളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഭയങ്കരമായിട്ടൊരു അടുപ്പമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വലിയൊരു ഫിഗർ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ എന്നെ ഭയങ്കര സ്നേഹത്തോടെ കാണുന്നു ഇല്ലേ, ഭയങ്കര ബഹുമാനത്തോടെ കാണുന്നു ഓക്കെ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ആർത്തിയാന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ കേൾക്കുകയാണ് ജിൻസച്ചനൊരു വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അങ്ങനെ അതിലൂടെയൊക്കെ കയറിപ്പം തെറ്റിയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കടിച്ചു, മാന്തി, ആ തെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല, ശരിയാണോ? ഇത് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊത്തിരി സ്നേഹിക്കുന്ന ഒരാൾ, നമ്മളൊത്തിരി ബഹുമാനിക്കുന്ന ഒരാൾ ഇയാൾ തെറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. എന്നെപ്പോലുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആൾക്കാരുടെ വിചാരം നമ്മൾ മാലാഖയാണെന്നാണ്. മാലാഖയല്ല, ഇവിടെയുള്ള മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ലേ. ഈശോ തിരഞ്ഞെടുത്തു, ഈശോ കൃപ നൽകി എന്നുള്ളത് മാത്രമല്ല നമുക്കുള്ള ഉള്ളിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യമുള്ളൂ. അപ്പം ഞാൻ പറയുന്ന പൗലോസ്ലീഹയെക്കുറിച്ച് എൻ്റെ ഉള്ളിലുള്ള വമ്പൻ ഐഡിയാസാണ്. ഇദ്ദേഹത്തെ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ. പൗലോസ്ലീഹ എഴുതി വെച്ചൊരു വചനം, ഇത് വായിച്ചിട്ടുണ്ട്, എന്നാൽ അന്നൊരു ദിവസം എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. പൗലോസ്ലീഹ ഇങ്ങനെ പറയാണ്, ഞാനോ ദുർഭകനായ മനുഷ്യൻ, ഈ മർത്യ ശരീരത്തിൽ നിന്ന് ആരെന്നെ പുറത്തു കൊണ്ടുവരും? ഇതാരീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പൗലോസ്ലീഹ ഈശോ എന്നെ സ്വന്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഈ മർത്യ ശരീരത്തിൽ നിന്ന് ആരെന്നെ പുറത്തോട്ട് കൊണ്ടുവരും? റോമക്കാർക്ക് എഴുതിയ ലേഖനത്തെ 7-ാമത്തെ അധ്യായത്തിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് പറ്റണില്ല, തിന്മ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ട് അത് തന്നെ ഞാൻ ചെയ്തു പോകുന്നു, ഞാനൊരു പാപിയാണ്. പിന്നെ പൗലോസ്ലീഹ തനിക്കുണ്ടായ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇങ്ങനെ കൊരിന്തോസുകാരോട് പറയുന്നുണ്ട്, ഈശോ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, കേപ്പായ്ക്ക്, മറ്റു കുറെ പേർക്ക്, അപ്പസ്തോലന്മാർക്ക്, ശിഷ്യന്മാർക്ക്, എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു. അവസാനം കാലം തെറ്റി പിറന്നവനെ പോലെ എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. ഇതാരീ പറയണേ? ഈശോയ്ക്ക് വേണ്ടി ഇത്രയും നടന്ന് ഓടി, എഴുതി, പ്രസംഗിച്ച്, ജീവിച്ച്, വിശുദ്ധിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ പറയാണ്, ഞാനോ ദുർഭകനായ മനുഷ്യൻ. നമ്മളാണെ 10 കുർബാന അർപ്പിച്ചു, 2 വചനം പ്രസംഗിച്ചു, 10 സ്ഥലങ്ങളിൽ പോയി വചനം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സെയിൻറ്റ് ജിൻസച്ചൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കാം. നമ്മുടെയൊക്കെ അവസ്ഥ നോക്കിയിട്ട് ആ പൗലോസ്ലീഹ പറയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇത് ശരിക്കും ഈശോയെ മനസ്സിലാക്കിയ ഒരാൾ ആദ്യം തിരിച്ചറിയുന്നതാണ്, ഞാനത്ര ഓക്കെ ഒന്നും അല്ലെന്ന്. ഈ പത്രോസ്ലീഹയെ വിളിക്കുന്നൊരു സംഭവം ഈ ലൂക്കാസ് സുവിശേഷത്തെ അവതരിപ്പിക്കുമ്പോൾ കാണും, ഈ കടന്ന് വല വീശിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ആ സന്ദർഭം ലൂക്കാസ് സുവിശേഷത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നീ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. വള്ളം നിറച്ച് മീൻ കിട്ടി കഴിയുമ്പോഴത്തേനും പത്രോസ്ലീഹ ചാകര വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല, കർത്താവിനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഓടിപ്പോയി ഈശോടെ പോയി മുട്ടുകൊത്തി നിൽക്കുകയാണ്, ഞാനൊരു പാപിയാണ്, എൻ്റെ അടുത്ത് നിന്ന് പൊക്കോന്നാണ്, ഞാനൊരു പാവിയാണ്, എൻ്റെ അടുത്ത് പോകും. എന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്തോരെ ഈ ധ്യാന കേന്ദ്രത്തിലോ നിങ്ങൾ എവിടെയെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ, നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ നിങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടി, ഈശോ നിങ്ങളെ അനുഗ്രഹിച്ചു. എന്നെ പറയുന്നത് യൂഷ്വലി ചിലപ്പോൾ നന്ദി പറയായിരിക്കും, ഉപകാരസ്മരണം, ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്മരണം എന്ന് പറഞ്ഞിട്ട് ദീപിക പത്രം മുഴുവൻ നിങ്ങൾ നിറയ്ക്കുമായിരിക്കും. നമ്മളും പത്രോസ്ലീഹയും തമ്മിലൊക്കെ ഒരു വ്യത്യാസം അതാണ്. പത്രോസ്ലീഹ ആ അനുഗ്രഹം നിറഞ്ഞപ്പോൾ, വള്ളവും വലയും നിറഞ്ഞപ്പോഴത്തേനും പറയാണ്, ഇത് കിട്ടാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, ഞാനൊരു പാപിയാണ്, എൻ്റെ അടുത്തുനിന്ന് പോ. അങ്ങനെ ഈശോ പോവോ? ഇല്ല. അങ്ങനെ പാപിയാണെന്ന് തിരിച്ചറിയുന്നവനെ കർത്താവ് പിന്നെ ഒരൊറ്റ പൊതിഞ്ഞുപിടുത്തമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ അപ്പോസ്തല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ പൗലോസ്ലീഹയുടെ മാനസാന്തരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈശോയെ തിരിച്ചറിയുന്ന, ഈശോ എന്നെ സ്വന്തമാക്കി എന്നുള്ളൊരു ബോധം കിട്ടുന്ന ഒരു സമയമൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ബൈബിൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം വായിക്കുമ്പോൾ 10, 11, 12 അധ്യായങ്ങളൊന്നും ഇങ്ങനെ പൗലോസ്ലീഹയെക്കുറിച്ച് വലിയ മെൻഷനൊന്നും കാണുന്നില്ല. പിന്നെ പത്രോസ്ലീഹയെക്കുറിച്ച് പറയാം. പൗലോസ്ലീഹയെക്കുറിച്ച് പിന്നീട് പറയുന്നത് പൗലോസ്ലീഹ ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. 13-ാമത്തെ അധ്യായം എടുക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായം. 9-ാമത്തെ അധ്യായത്തിൽ ഞാനൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് നിങ്ങളിതൊക്കെ വായിച്ച് മനഃപ്പാടമാക്കിയിട്ടുള്ളത് കൊണ്ടാണല്ലേ? ആണോ? ഇല്ല, അറിയാമായിരിക്കുമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ. 9-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പൗലോസ്ലീഹയുടെ മാനസാന്തരത്തെക്കുറിച്ചൊക്കെ കാണുന്നു.
10, 11, 12 അധ്യായങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് പൗലോസിനെ കുറിച്ച് പറയില്ല. യാക്കോബ് കുറിച്ചും പത്രോസിനെ കുറിച്ചും ഒക്കെയാണ് സഭയുടെ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നു. 13-ാമത്തെ അധ്യായത്തിലാണ് പൗലോസ് ഇങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി യാത്ര ആരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെ കാണുക. ഒന്ന് എടുക്കാവോ? 13-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ഞാനിത് ഇനി ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ പൗലോസ്ലീഹയുടെ ജീവിതവുമായിട്ടും നമ്മൾ ഓരോരുത്തരുടെയും ലൈഫുമായിട്ട് ചേർത്ത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ്. 13-ാമത്തെ അധ്യായം എടുക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കാം. നമ്മൾ ഈ 2025 പൗലോസ്ലീഹയോട് ചേർന്ന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പൗലോസ്ലീഹ ആരംഭിച്ച ആ ഒരു യാത്രയെക്കുറിച്ച് നന്നായിട്ട് അറിയണം. ഒപ്പം തന്നെ ഈശോയുടെ മുമ്പാകെ, ഈശോയുടെ കൂടെ ഇങ്ങനെ ഈശോയുടെ പുറകെ പോകുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാനിടയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ചേർത്ത് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ഒരുമിച്ച് വായിക്കാം. ബാർനബാസ്, നിഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിരേനക്കാരനായ ലൂസിയോസ്, സാമന്ത രാജാവായ ഹെറോദോസിനോട് കൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ. ഒരുമിച്ച് വായിച്ച 2-ാം വാക്യം: അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർനബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. എന്നുവെച്ചാൽ പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചാണ് കാണുക. പെട്ടെന്ന് ഒരു ദിവസം ശുശ്രൂഷയിലേക്ക് വിളിക്കുകയല്ല. നമ്മളെല്ലാവരും ഓർക്കണം, നമ്മളെല്ലാം ആത്മീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ അംഗങ്ങളാണ്, ഇടവകയിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ചില ധ്യാന കേന്ദ്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഓൺലൈനിലോ അല്ലാണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടാവും. ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഈശോ എനിക്കൊരു വരം തരണം, എനിക്ക് ഒരു ലീഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഈ കൃപയോടുകൂടി മുമ്പോട്ട് പോകാനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ആകാശത്ത് നിന്ന് വള്ളി കെട്ടി ഈശോ ഇറക്കുകയല്ല. ഈ കൃപ തരുന്ന ആർക്കാണ്? അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരുടെ മേലേക്ക് ഇറങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ: അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. ചില സമയത്തൊക്കെ നമ്മൾ ശുശ്രൂഷയിലാണെങ്കിലും, ഇനി അതല്ല നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മറ്റു കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ ഈ ദൈവസ്വരം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ശരിയാണോ? പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് മിണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതമൊന്നും അറിയാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ. എങ്ങനെ അത് അറിയുന്നേ? പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, കർത്താവ് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. പക്ഷെ വചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, പൗലോസിനെയും ബർന്നബാസിനെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. ഇതിൽ നിന്ന് ഒരു ബോധ്യം ഉള്ളിലോട്ട് നിറയേണ്ടതാണ്. എവിടെയെങ്കിലും ദൈവസ്വരം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ ഹിതം അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, വലിയൊരു കാര്യം ഇതാണ്: ശുശ്രൂഷ ചെയ്യുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ. കർത്താവിന് ശുശ്രൂഷ ചെയ്യുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സ്വരം കേൾക്കുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചെറുപ്പക്കാർ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഈ മെസ്സേജ് വരാറുണ്ട്: കർത്താവിൻ്റെ ഹിതം എങ്ങനെ അറിയാൻ പറ്റും? അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ചേട്ടായോടല്ല, അപ്പനോടാണ് ചോദിക്കേണ്ടത്, അല്ലേ? കർത്താവിൻ്റെ ഹിതം അറിയണമെങ്കിൽ ഒരു വചനം, ഇതിപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കേട്ടാൽ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരങ്ങനെ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവഹിതം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുക കർത്താവിന് വേണ്ടിയിട്ട്. വചനം പറയുകയോ, വചനം പഠിപ്പിക്കുകയോ, വചനം വായിക്കുകയോ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒന്ന് ലീഡ് ചെയ്യുകയോ, പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയോ, നിങ്ങളിടയ്ക്കൊന്ന് പോയിട്ടൊരു ആരാധനയ്ക്ക് ഇരിക്കുകയോ, കർത്താവിന് ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ളൊരു കാര്യമായിരിക്കും, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഉള്ളൊരു കാര്യമായിരിക്കും. കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുക, ശുശ്രൂഷ ചെയ്യുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്: ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. സഭയിൽ ഒത്തിരി പ്രബോധകന്മാർ, പ്രവാചകന്മാർ, അത്ഭുത പ്രവർത്തകർ എല്ലാം ഉണ്ട്. അവരിൽ നിന്ന് 2 പേരെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? ധ്യാനിപ്പിക്കാൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യാൻ, അത് ചെയ്യാൻ, ഇത് ചെയ്യാൻ ആണോ? ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്ക് എനിക്ക് വേണ്ടി മാറ്റിവെക്കുക. സോ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ, ഇപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ 2025 ഒരു മഹാജൂബിലി വർഷമാണ്. നിങ്ങൾ 2026 കാണുമോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ ഒരു വർഷമെങ്കിലും, ഈ വർഷത്തിൻ്റെ കുറേ ദിവസങ്ങൾ കടന്നു കഴിഞ്ഞു. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ഇറങ്ങിയല്ല, കയറിപ്പോവാൻ. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗ്രാഫ് എടുക്കുക. നമ്മുടെ മുമ്പിൽ ഈ കിട്ടിയൊരു സമയം മുഴുവൻ ഈ കേരള സഭയുടെ ഭാഗമായിട്ട് നിൽക്കാനും, ഇത്രയധികം വചനം കേൾക്കാനും, വചനം പഠിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടിയിട്ടും എന്തോര വഴികളെ കർത്താവ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ഡിഡ് യു ഡു ഫോർ ഹിം? അവന് വേണ്ടി എന്ത് ശുശ്രൂഷ ചെയ്തു? ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എന്ത് നമ്മൾ ചെയ്തു? നമ്മൾ 2 ഷെയറൊക്കെ ചെയ്ത് അമ്മമാരെന്നാ അങ്ങനെ ചെയ്യുന്നത്, അമ്മമാരെന്തിനാ അങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, അങ്ങനത്തെ ശുശ്രൂഷകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് കാണും.
പക്ഷേ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനോ, സഭയെ വളർത്തിയെടുക്കാനോ, നമ്മുടെ ഇടവകയെ വളർത്തിയെടുക്കാനോ, നമ്മൾ ആയിരിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മയെ വളർത്തിയെടുക്കാൻ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ചോദ്യം മുഴുവൻ ഈശോയുടെ ഇതാണ്. ഈശോ, നീ എന്നെ അതെനിക്ക് ചെയ്യാത്ത, ഇതെന്നെ എനിക്ക് ചെയ്യാത്ത, അത് പ്രാർത്ഥിച്ചല്ലോ, ഇത് പ്രാർത്ഥിച്ചല്ലോ, എന്നെ അത് ചെയ്യാത്ത. ഈശോ അത് തിരിച്ചു ചോദിക്കുകയാണ്, നീ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഉത്തരവുണ്ടോ? ഉണ്ടെങ്കിൽ ഗുഡ് എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ പോരാ, ഉണ്ടെങ്കിൽ പോരാ. നമ്മൾ അത്രയും ചെയ്തെങ്കിൽ പോരാ. കർത്താവ് നമ്മളെ ഒരു വിളി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവസാന ശ്വാസം വരെ മടി പിടിപ്പിക്കുന്ന സംഭവങ്ങൾ വരാം, മടുപ്പ് തോന്നാം, ഇട്ടേച്ച് പോകാൻ തോന്നാം. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു, അവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ എന്തിനാണ് ഇതിനു വേണ്ടി ഈ ആയുസ് സമയമൊക്കെ കളഞ്ഞിങ്ങനെ നിൽക്കുന്നത്? ആരെയും ബോധിപ്പിക്കാനല്ല. ലോകത്തിൽ സകലരും തകർന്നു വീഴുമ്പോഴും, നിന്റെ മുമ്പിൽ ഈ പ്രലോഭനങ്ങൾ വന്ന് നിൽക്കുമ്പോഴും, ഇട്ടേച്ച് പോകാൻ ആയിരം കാരണങ്ങൾ വന്ന് നിൽക്കുമ്പോഴും, ഒറ്റ കാര്യം ഓർത്തേക്ക്, ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നവരും, ഈശോയെ സ്നേഹിക്കുന്നവരും, വചനമെടുത്ത് കൈപ്പിടിച്ചേക്കുന്നവരും, നിന്നെ വിളിച്ചത് അവരല്ല, നിന്നെ വിളിച്ചത് ഇവരല്ല, ഈ അച്ഛനല്ല, ഈ മെത്രനല്ല, ഈ സിസ്റ്റർ അല്ല, ഈ ധ്യാനകേന്ദ്രമല്ല. ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാന്ന് സാക്ഷ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയാണ്, ഇപ്പം ജിനുവോ ക്രിസ്റ്റിയോ ഒക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേരാണ്. ഞാൻ ചിലപ്പോൾ വഴക്ക് പറഞ്ഞേക്കാം, അവരിറങ്ങിപ്പോയേക്കാം, ശരിയല്ലേ? ഇറങ്ങിപ്പോയേക്കാം. അച്ഛൻ വഴക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി. വിളിച്ചത് ആരാണ്? അച്ഛനാണോ? ആണോ? ഒരു വർഷമെങ്കിൽ ഒരു വർഷം, 2 വർഷമെങ്കിൽ 2 വർഷം, 3 വർഷമെങ്കിൽ 3 വർഷം, 1 മാസമെങ്കിൽ 1 മാസം. നിനക്കിവിടെ നിൽക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത്, നിങ്ങൾ എവിടെ നിൽക്കാട്ടെ, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളൊരു മിനിസ്ട്രി ചെയ്യായിരിക്കാം. വിളിച്ചത് വികാരിച്ചല്ല, വിളിച്ചത് ബിഷപ്പല്ല. ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടി കാണില്ല. നിങ്ങൾ ചെയ്തതിന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ കള്ളപ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞേക്കാം, നിങ്ങൾ ഹല്ലേലൂയ തൊഴിലാളികളാണെന്ന് ചിലപ്പോൾ അധികാരപ്പെട്ടവരുടെ അടുത്ത് നിങ്ങൾ കേട്ടേക്കാം. വിളിച്ചത് അവരല്ലെന്ന്. ഞാൻ വിളിച്ച ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവർ. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ലെന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താ അത്? അതേത് പാപമാണ്? ഒരു വ്യാഖ്യാനം ഇതാണ്, ദൈവം ചെയ്ത കാര്യങ്ങൾക്കുള്ള മഹത്വം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നത്. 1, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാപമാണ്. 2, ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്കൊരു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുമോ? നിങ്ങൾ തരികയല്ലെന്ന് പറയുന്നു. അത് ആർക്കെതിരെ വിഷമിപ്പിച്ചതാണ്? നിങ്ങളോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞ എന്നെ വിഷമിപ്പിച്ചാണ്. ശരിയാണോ? ഇങ്ങനെ ചിന്തിച്ചാൽ അത് എനിക്കെതിരെയുള്ള പാപമാണ്. പാപമൊന്നുമല്ല, എനിക്കെതിരെയുള്ളൊരു തെറ്റാണ്. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തിനേലും, ഒരു കുഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥന ആവട്ടെ, ഒരു ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതാവട്ടെ, നിങ്ങളുടെ ഇടവകയോട് ചേർന്ന് ചെയ്യുന്നതാവട്ടെ, കുഞ്ഞു കാര്യമാവട്ടെ, വലുതൊന്നും വേണ്ട, കുഞ്ഞു കാര്യമാവട്ടെ, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അത് ആർക്കെതിരെയുള്ള പാപമായി? എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിനെതിരെ പാപം ആയോ? കാരണം ഞാൻ വിളിച്ച ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നതെന്നാണ് പൗലോസിനെ കുറിച്ചും ബാർന്നബാസിനെ കുറിച്ചും സുവിശേഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെക്കുറിച്ചുമുള്ള സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിലോ? നമ്മൾ മടുത്തു, എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല. വിളിച്ചതാരാണ്? പ്രോത്സാഹിപ്പിച്ചവരല്ല, വിളിച്ചത് നിരുത്സാഹപ്പെടുത്തിയവരല്ല, വിളിച്ചത് തെറ്റിദ്ധരിച്ചവരല്ല, വിളിച്ചത് പരിശുദ്ധാത്മാവാണ്. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. ഈ വാക്യം കൂടെ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണം. ഇത് എന്ന് തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും പതുക്കെ പോകാം നമുക്ക്. അതായത് ഈ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇച്ചിരി ആത്മീയ മേഖലയിലൊക്കെ നിൽക്കുന്നവരായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വചനം കേട്ടോന്നും ഇരിക്കില്ലായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ശരിയാണോ? ഉണ്ടാവും. ഉപദേശമാണ്, തടസ്സപ്പെടുത്തരുത്. നിങ്ങളുടെ ഇടവകയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടാവും, കളിയാക്കാൻ പോകരുത്, തടസ്സപ്പെടുത്താൻ പോകരുത്. വലിയ അപകടമാണ്. ഇത് നിങ്ങളല്ല കേൾക്കേണ്ടത്. നിങ്ങളിത് അവരോട് പറഞ്ഞാൽ മതി. ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവനെ ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൈവപ്പ് നടത്തി പറഞ്ഞു വിട്ടേക്കുക. കൈവപ്പ് നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലസ് ചെയ്ത് നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞേക്കുക, കൊടുത്തേക്കുക ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറായിരിക്കുന്ന ഒരു മകൾ, നിങ്ങളുടെ ജീവിത പങ്കാളി അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ വലിയൊരു അപകടമാണ്. നിങ്ങൾ ആത്മീയ വഴി ഒരെണ്ണം അടച്ചാൽ കർത്താവ് ഒരു 10 ഭൗതിക വഴി അടച്ചു കളയും. അതാണ് കർത്താവിൻ്റെ സുഖം. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളെയും തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷെ അത് നിങ്ങൾ ഒരാളെ കുറിച്ച് കേൾക്കുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്, നിങ്ങളൊരു ഗോസിപ്പ് കേൾക്കുകയാണ്, നിങ്ങൾ പറയാണ് ഇനി ഈ ബ്രദറിനെ വേണ്ട, ഇനി ഈ സിസ്റ്ററിനെ വേണ്ട, ഇനി ഈ അച്ഛനെ വേണ്ട, ആ ആളെ കൊണ്ട് ഇനി ധ്യാനിപ്പിക്കേണ്ട, ആളെ കൊണ്ട് ഇനി വചനം പറയിപ്പിക്കേണ്ട. നിങ്ങൾക്ക് യാതൊരുവിധ സത്യവും അറിയത്തില്ലെങ്കിൽ
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ വഴിയെ തടഞ്ഞു നിർത്തിയേക്കാണ്. ഒരാത്മീയ വഴി നിങ്ങൾ അടച്ചാൽ 10 ഭൗതിക വഴി കർത്താവ് നിങ്ങളുടെ മുമ്പിൽ അടച്ചു കളയും. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലൂടെയോ എവിടെയെങ്കിലും വെച്ച് ഒരു ആത്മീയ വഴികളിൽ ആരുടെയെങ്കിലും വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഐ ടെൽ യു, ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ മേക്ക് എ ഗുഡ് കൺഫെഷൻ. നിങ്ങൾ ഒരുപക്ഷെ കുമ്പസാരത്തിൽ ഒരിക്കലും പറയാൻ തോന്നിയിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കാം, എവിടെയെങ്കിലും വെച്ച് ഒരാളുടെ ആത്മീയ വഴിയെ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ്, വലിയ അപകടമാണ്. നിങ്ങൾക്കറിയത്തില്ലാത്തൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത വഴി ആ ആൾ ചെന്നെത്തേണ്ട സ്ഥലത്ത് അയാൾക്കെത്തി അയാളിലൂടെ വചനം കേട്ട് മാനസാന്തരപ്പെടേണ്ട ഒരു 10 പേർക്ക് ആത്മീയ വഴി നിങ്ങൾ അടച്ചു കളഞ്ഞെങ്കിൽ അതിനുത്തരം പറഞ്ഞിട്ടേ കർത്താവ് നിനക്ക് ഭൗതിക വഴി തുറന്നു തരത്തുള്ളൂ. വെറുതെ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നതല്ല, വെറുതെ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നതല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. വഴി അടയ്ക്കാൻ പല വഴികളുണ്ട്, വഴി അടയ്ക്കാൻ പല വഴികളുണ്ട്. നിങ്ങളൊരു പ്രലോഭനമായിട്ട് മുമ്പിൽ നിന്നാലും മതി. നന്നായിട്ട് കേട്ടോ, നിങ്ങളൊരു പ്രലോഭനമായിട്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അയാളുടെ വഴി അടയ്ക്കുകയാണ്. ശരിയാണോ? ആ പ്രലോഭനങ്ങളിപ്പോൾ പാപത്തിൻ്റെ വഴികളാവണമെന്നില്ല. നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അയാളുടെ ലക്ഷ്യം മാറ്റി നിർത്താൻ വേണ്ടി അയാളെ മറ്റൊരു ആംഗിളിലൂടെ നടത്തുകയാണെങ്കിൽ അതും പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച വഴിയിൽ നിങ്ങൾ അയാളെ മാറ്റുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പെട്ടെന്ന്. നിങ്ങൾക്ക് തോന്നില്ലേ, എക്സാമ്പിൾ മാത്രം കേട്ടോ, യാദൃച്ഛികമോ അല്ല, എന്നാണ് പറയുന്നത്, ഇതിന് വല്ല സാഹചര്യങ്ങളുമായിട്ടോ വ്യക്തികളുമായിട്ടോ ബന്ധമുണ്ടെങ്കിൽ യാദൃച്ഛികമല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ 1 മണിക്കൂറിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കും. ഈ 1 മണിക്കൂറിൽ വചനം കേട്ട് വിശ്വസിച്ച് ഈശോയെ ആശ്രയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കേൾപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ഈ സമയത്ത് ജെയിംസ് കുട്ടി എന്നോട് പറയുകയാണ്, അച്ഛാ നമുക്ക് പിന്നെ തോട്ടക്കാട് അച്ഛൻ വന്നതുകൊണ്ട് നമുക്ക് ചങ്ങനാശ്ശേരിയുമായിട്ട് ക്രിക്കറ്റ് മാച്ചുണ്ട്, അച്ഛനാണ് ഞങ്ങളുടെ അഭിമാനം, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം. ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നന്നായിട്ട് കളിക്കുകയും ചെയ്യും. നല്ലതല്ലേ ആ ടീമിൻ്റെ കൂടെ പോകുന്നത്, ഇടവകയുടെ കൂടെ പോകുന്നത് നല്ലതാണ്. പക്ഷെ എന്നാ പ്രശ്നം എന്താണ്? പരിശുദ്ധാത്മാവ് വിളിച്ചു വെച്ചേക്കുന്നത് ഇതാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് കളിയെക്കുറിച്ചും അല്ല, ജെയിംസ് കുട്ടിയെക്കുറിച്ചും അല്ല. കാര്യങ്ങൾ മനസ്സിലായവർക്ക് മനസ്സിലായി. ഒരാളുടെ ആത്മീയ വഴി, ഇയാളെ ഈ വഴിക്കാണ് വിളിച്ചേക്കുന്നത്. അയാളെ വഴി തെറ്റിച്ച് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടരുത്. നിങ്ങൾ വഴി തടയുന്നത് അയാളെയല്ല, അയാളെ ഈ പണിയേൽപ്പിച്ച പരിശുദ്ധാത്മാവിനെയാണ്. അത് അയാൾക്ക് പ്രലോഭനം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവ് സെൻസിൽ മാത്രമല്ല, ഒരു പോസിറ്റീവ് സെൻസിൽ പ്രലോഭനം കൊടുത്ത് അയാളെ വഴിതെറ്റിച്ച് വിടുന്നതും അയാളുടെ ശുശ്രൂഷയെ തടസ്സപ്പെടുന്നതും. അയാളുടെ ശുശ്രൂഷയല്ല തടസ്സപ്പെടുത്തുക, അയാളിലൂടെ അയാളെ ഏൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ വഴികളെ തടസ്സപ്പെടുത്തുക. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ഇത് കേൾക്കുന്നതിന് പകരം ഉറക്കമെന്ന പ്രലോഭനത്തിലേക്ക് നിങ്ങൾ വീഴുകയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങുന്നില്ല എന്നാലും പറഞ്ഞാണ്, ശ്രദ്ധ തെറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധ തെറ്റരുത്. ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് യാതൊരുവിധ ബന്ധമില്ല, നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ആരുടെയെങ്കിലും വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച് പരിഹാരം ചെയ്തേക്കണം. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ പരിശുദ്ധാത്മാവ് ഇവരെ ഒരു ജോലിക്ക് വേണ്ടി വിളിച്ചു, അവരുടെ കൂടെ ഉണ്ടായിരുന്നവരവരെ പറഞ്ഞയച്ചു. ഇത്രയും പിടികിട്ടിയോ? മടുക്കാൻ പാടുണ്ടോ? അങ്ങനെ അടുത്ത മാസം പറഞ്ഞു തന്നാൽ മതിയോ? ഇല്ല, ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞു തന്നിട്ട് പോകും. അപ്പോൾ ഇച്ചിരി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്ന് ഇങ്ങനെ പറഞ്ഞു തീർക്കണം എന്ന് എനിക്കറിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വന്നു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പൗലോസും ബർന്നബാസൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. മുമ്പോട്ടുള്ള യാത്രയിൽ ഇങ്ങനെ വഴിയിൽ വെച്ച് കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നു. വഴി തടസ്സപ്പെടുത്തുന്ന ഒരാൾ, വചനം തടസ്സപ്പെടുന്ന ഒരാൾ, അയാളിങ്ങനെ കണ്ണുപൊട്ടുന്ന ചീത്തയൊക്കെ പറഞ്ഞ് പൗലോസിലെ ഓടിക്കുന്നുണ്ട്, പാഫോസിലെ മാന്ത്രികൻ. അതിനുശേഷം പൗലോസിലെ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. പൗലോസ് അന്ത്യോക്യയിൽ 13-ാമത്തെ അധ്യായം എന്ന് കാണാമോ? പൗലോസിലെ ഇങ്ങനെ അന്ത്യോക്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ്. അവിടെ ഇങ്ങനെ വലിയൊരു പ്രസംഗം നടത്തി. ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൗലോസിലയുടെ പ്രസംഗം കേട്ട് ഈ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പറഞ്ഞു, നല്ല പ്രസംഗമായിരുന്നു, അടുത്ത ആഴ്ച മറന്നുകൊണ്ട്. ലിറ്ററലി അങ്ങനെ പറഞ്ഞു. 13-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഇക്കാര്യങ്ങളെല്ലാം അടുത്ത സാബത്തിലും വിവരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അവരോട് അപേക്ഷിച്ചു. എന്നുവെച്ചാൽ ഈ ആഴ്ചത്തെ ധ്യാനം, ഈ ആഴ്ചത്തെ ക്ലാസ്, പൗലോസിലെ അന്ത്യോക്യയിൽ പ്രസംഗിച്ച ആ ടോക്ക് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ പറഞ്ഞു, അടുത്ത ആഴ്ചയും വരണം. നല്ലതല്ലേ? ഒക്കെ സംഭവിക്കും. ചിലപ്പോൾ നിങ്ങൾക്കിപ്പം ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെയും ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഒരു നാച്ചുറലായ ഒരു കാര്യമാണ്. അപ്പോൾ പൗലോസിലെ പറഞ്ഞ വചനങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു ഇനിയും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സാബത്തിൽ, അടുത്ത ശനിയാഴ്ച അവർ ഒരുമിച്ച് കൂടി. 44-ാം വാക്യം ഒരുമിച്ച് വായിച്ചു. അടുത്ത സാബത്തിൽ ദൈവവചനം ശ്രവിക്കാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു. കഴിഞ്ഞ ആഴ്ച 30 പേരെ വന്നോളൂ. പുതിയ ആളല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ 30 പേരും പരീക്ഷിക്കാൻ വന്നറിയിക്കാം.
പക്ഷേ ആൾ നന്നായിട്ട് പ്രസംഗിച്ചു. പൗലോസ്ലീഹ നല്ല ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പ്രഘോഷിച്ചു. അതുകൊണ്ട് അടുത്ത ആഴ്ച 30 പേരോ 300 പേരോ വന്നെന്നല്ല വചനം പറയുന്നു, ആ നഗരത്തിലെ ആൾക്കാർ മുഴുവൻ വന്നു. ജനക്കൂട്ടം മുഴുവൻ, നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു. പറ, ധ്യാനം ഹിറ്റായോ? ധ്യാനം സക്സസ്ഫുൾ ആയി, ആള് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അടുത്ത ആഴ്ച മുതൽ ഫ്ലക്സ് വരും. ഓക്കെ, പൗലോസ്ലീഹ നയിക്കുന്ന എന്ത് ധ്യാനം? എന്തൊക്കെയോ ധ്യാനം, ഈശോയെ കിട്ടിയാൽ മാത്രം. അപ്പോൾ പൗലോസ്ലീഹ ഇങ്ങനെ ആദ്യത്തെ ആഴ്ചത്തെ പ്രസംഗം നന്നായിട്ട് പോയി. അടുത്ത ആഴ്ച ആളുകളെല്ലാം വന്നു. നല്ലതല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന്റെ കാരണം എന്താണ്? പൗലോസ്ലീഹയുടെ വചനപ്രഘോഷത്തിന്റെ രീതിയാണോ? അയാളുടെ ശബ്ദത്തിന്റെ പ്രത്യേകതയാണോ? അല്ല. ആരാ ഈ പണി ഏൽപ്പിച്ചേക്കുന്നത്? പരിശുദ്ധാത്മാവ്. ഞാൻ വിളിച്ച് ജോലിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മാറ്റി നിർത്തി. കർത്താവ് വഴികളൊക്കെ തുറക്കാണ്. പക്ഷെ അവിടെ കർത്താവ് മാത്രമല്ല ഉള്ളത്, ആരുമുണ്ട്? മനുഷ്യരുണ്ട്. പിശാചുണ്ട്, മനുഷ്യരുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. 45 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. ഇത് സംഭവിക്കുന്ന കാര്യമാണല്ലോ അല്ലേ? ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഒരു സ്ഥലത്ത് മുഴുവൻ അപ്രീസിയേഷൻ ആയിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ നന്നായിട്ട് ചേർത്ത് പിടിക്കുന്ന കുറേ ആൾക്കാർ, ഒരുപക്ഷെ ജോലി സ്ഥലത്തൊക്കെ നിങ്ങളുടെ എല്ലാ ആത്മാർത്ഥതയും കണ്ട് നിങ്ങളെ നന്നായിട്ട് അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ എല്ലു മുറിഞ്ഞ് പണിയെടുക്കുമ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു നല്ല വാക്ക് പോലും കേൾക്കാത്ത അവസ്ഥകളുണ്ടാവും. ശരിയാണോ? ഉണ്ടാവും. പ്രവാചകൻ സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടിലല്ല, സ്വന്തം വീട്ടിൽ, അയ്യോ എന്നെ വച്ചാൽ അതൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിൽ നല്ല വിലയായിരിക്കും, വീട്ടിൽ നല്ല എന്നാ വിലയാ, ഗ്രാസ് വിലയായിരിക്കും. നിങ്ങൾ രണ്ടിടത്തും ഒരുപോലെ അധ്വാനിക്കുന്നുണ്ടാകും, നിങ്ങൾ നല്ല ആത്മാർത്ഥത കാണിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം, നിങ്ങളെ തീർത്തും തെറ്റിദ്ധരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവാം. അപ്പോൾ പൗലോസ്ലീഹ ഇങ്ങനെ നല്ല ഗജഗംഭീരമായിട്ട് പ്രസംഗിക്കുന്നു, വചനം പ്രഘോഷിക്കുന്നു, പരിശുദ്ധാത്മാവ് കിടന്ന് വിളയാടുകയാണ്. പക്ഷെ അപ്പം തന്നെ യഹൂദര് അസൂയ പൂണ്ട് പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുന്നു, ജനത്തെ പൗലോസിനെതിരെ തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് രണ്ട് സംഭവിക്കാം കേട്ടോ. കയ്യടി മാത്രമല്ല, ആ കൈവച്ച് നല്ല അടിയും കിട്ടാം. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിത് പറയുമ്പോൾ ആരാണ് ആദ്യം കേൾക്കുന്നത്? ഞാനാണ് കേട്ടോണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത സംഭവിച്ച എന്നാ നോക്കിയേ, 46 വാക്യം. പൗലോസും ബാർന്നബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നതുകൊണ്ടും ഇതാ ഞങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകുന്നു. അല്ലേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോകും അല്ലേ? നമ്മളെ കേൾക്കാൻ ഇനിയും ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു ആത്മീയ ശുശ്രൂഷയുടെയോ ഒരു ആത്മീയ വളർച്ചയുടെയോ ഒക്കെ ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ഈ തരിപ്പ് കാണും, ഭയങ്കരമായിട്ട് തരിപ്പ് കാണും. കാരണം നമ്മളെ കേൾക്കാൻ ഇനിയും ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വിലയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വിലയുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് ആത്മീയ മേഖലയിൽ മാത്രമല്ല, ഭൗതിക മേഖലയിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം. അത് പാപങ്ങളിലേക്ക് പോകാം, തെറ്റുകളിലേക്ക് പോകാം. സ്നേഹം തരേണ്ടവർ അത് തരുന്നില്ല, എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അബദ്ധങ്ങളിലേക്ക്, പൊട്ടത്തരങ്ങളിലേക്കൊക്കെ പോയേക്കാം. നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന, നമുക്ക് പരിഗണന കിട്ടുന്ന ഇടങ്ങളിലേക്കൊക്കെ പോയേക്കാം. സൂക്ഷിച്ചോണം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, എന്നാലും പറയുകയാണ്, സൂക്ഷിച്ചോണം. ചിരിച്ചു കാണിക്കുന്നതെല്ലാം ചിരിയല്ല. നീ നല്ലതാണെന്ന് പറയുന്നതെല്ലാം നല്ലതാവണമെന്നില്ല. നിന്റെ ചില നല്ലതുകളെ തോണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ നല്ലതാണെന്ന് പറഞ്ഞേക്കാം. ഇത് മനസ്സിലാക്കാൻ അല്പം കോമൺ സെൻസ് മാത്രം മതി. മനസ്സിലാക്കിയേക്ക്, ശ്രദ്ധിച്ചേക്കണം. എല്ലാ അപ്രീസിയേഷനുകൾക്കും, എല്ലാ കയ്യടികൾക്കും ചെവി കൊടുക്കരുത്, ഹൃദയം കൊടുക്കരുത്. അപകടമായിരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. തിരിച്ചു വന്നേ പൗലോസ്ലീഹ ബാർന്നബാസും പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? വിജാതിയുടെ അടുത്തേക്ക് പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക. 48 വാക്യം. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. 49 കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. എന്നുവെച്ചാൽ ശുശ്രൂഷ തടസ്സപ്പെട്ടില്ല. കാരണം എന്താണ്? ഉത്തരം നന്നായിട്ട് പറയണം. യഹൂദർ അവർക്കെതിരെ തിരിഞ്ഞു, അസൂയ പൂണ്ടു, ജനത്തെ ഇളക്കി. ശുശ്രൂഷ തടസ്സപ്പെട്ടില്ല. വൈ? അപ്പുറത്ത് കേൾക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടല്ല. വിളിച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ്. നിയോഗിച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അവിടെ മാനുഷികമായ തടസ്സങ്ങൾ വന്നാലും അടുത്ത വഴി ആര് തുറന്നു വെക്കും? ഒരു വാതിൽ തുറന്നു വെച്ചിട്ടേ ഈ ജനല് അടയ്ക്കത്തുള്ളൂ. അടഞ്ഞതോർത്തിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്. അപ്പുറത്ത് തുറന്നു കിടക്കുന്ന വാതിൽ നോക്കിക്കോണം ജീവിതത്തിൽ എപ്പോഴും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആത്മീയ മേഖലയിൽ മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിൽ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും അടഞ്ഞു കിടക്കുന്ന ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നേക്കരുത്. അപ്പുറത്ത് നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടും നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടും
മുമ്പിൽ അടയാതിരിക്കുകയെന്നല്ല പറയണത്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും ഏറ്റവും ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ മുമ്പിലും വാതിലുകൾ അടയും. ഉറപ്പാണ്. ചിലപ്പോൾ മരണം വരെ ചില സഹനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ വിശ്വസിക്കുന്നവനെ, ട്രസ്റ്റ് ചെയ്യുന്നവന് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് തുറന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ടേ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ ഈ വാതിൽ അടച്ചിട്ടുള്ളൂ. ഈ വാതിലൂടെ അല്ല ഞാൻ പോവേണ്ടത്, ഇത്രയും കാലം പോവേണ്ടത് ഇതായിരുന്നു, ഇനി എൻ്റെ ലക്ഷ്യം മാറ്റണം. കർത്താവ് വേറൊരു വഴി തുറന്ന് വെച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയ. ഇത് എടുക്കാൻ ചിലപ്പോൾ ജീവിതാനുഭവങ്ങൾ, നമ്മളിങ്ങനെ തീപ്പൊള്ളുന്ന അനുഭവങ്ങൾ തരുമ്പോൾ, കാൽച്ചോട്ടിലെ മണ്ണൊലിച്ച് പോകുമ്പോൾ ഇത് വിശ്വസിക്കാൻ പാടായിരിക്കും. ബട്ട് ഐ ടെൽ യു, പ്ലീസ് ബിലീവ്. ഞാൻ പറയുന്ന വാക്കുകളല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ ഉദ്ധരണികളല്ല, ഈ തെറിച്ച് കേൾക്കുന്ന ഈ ശബ്ദങ്ങളല്ല. ഐ ടെൽ യു, ബിലീവ് ഇൻ ജീസസ്. ഈശോയിൽ വിശ്വസിക്കും. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നതിലേക്ക് നോക്കരുത്, തുറന്നു കിടക്കുന്ന കർത്താവിലേക്ക് മാത്രം, അവൻ തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളിലേക്ക് മാത്രം നോക്ക്. നിങ്ങൾ നാണം കെടാൻ അവൻ അനുവദിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വിജാതിയുടെ അടുത്തേക്ക് പോയി 50-ാമത്തെ വാക്യം ഒരുമിച്ച് ഉറക്കെ അല്പം സങ്കടത്തോടുകൂടി വായിച്ചു. എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനെയും ബാർന്നബാസിനും എതിരായി പീഡനം ഇളക്കി വിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവരെല്ലാവരും കൂടെ കൂടി, പ്രമാണികളെല്ലാം കൂടെ കൂടി, ചേച്ചിമാരെല്ലാവരും കൂടെ കൂടി പൗലോസ്ലീഹായെയും ബാർന്നബാസിനെയും മതി പൊക്കോളം. എന്നാ ചെയ്യല്ലേ? നമുക്കാണെങ്കിൽ പ്രമാണികളുടെ സഹായം ഇല്ലാണ്ട് പറ്റൂല്ല, അല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ കുറച്ച് പ്രമാണികൾ. ഞങ്ങളുണ്ടെങ്കിലേ പള്ളിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പള്ളി തള്ളി മറിക്കാൻ നടക്കുന്ന പ്രമാണികൾ. നിങ്ങളുണ്ടോ അതിനകത്ത്? ഇല്ല. ഈശോ വെച്ച പള്ളിയാണെങ്കിൽ, ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഈശോ വെച്ച പള്ളിയാണെങ്കിൽ, നിങ്ങൾ എന്നാ കടന്നിടം മറിച്ചാലും അതവിടെ തന്നെ കാണും. കേൾക്കാൻ ചെവിയും മൂക്കും ഒക്കെ ഉള്ളവർ കേൾക്കട്ടെ. വെച്ചത് കർത്താവാണെങ്കിൽ അത് അവിടെ തന്നെ കാണും. വെച്ചത് കർത്താവല്ലെങ്കിൽ അത് തവിടുപൊടിയാവുകയും ചെയ്യും. അതെന്തേലും ആട്ട് അവരിളക്കി വിട്ട് പൗലോസിനെയും ബർന്നബാസിനെയും പുറത്താക്കി. ഇവിടെ പൗലോസ്ലീഹയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. 51-ാം വാക്യം, അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഈ പൊടി തട്ടിക്കളഞ്ഞ എന്തിനാണെന്നറിയും? എന്തിനാ പൊടി തട്ടിക്കളഞ്ഞ? പണ്ട് ആരാണ്ടോ പറഞ്ഞായിരുന്നു, നിങ്ങളെ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് വിട്ടോളാൻ പറഞ്ഞു. ആര്? കർത്താവ്. പക്ഷെ അത് കർത്താവ് അവരുടെ ബിഗിനിങ് സ്റ്റേജിൽ പറഞ്ഞാണ്. ഈശോ അങ്ങനെ പൊടി തട്ടി കളഞ്ഞിട്ട് പോയോ? ഇല്ല. അപ്പം അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഈശോ പറഞ്ഞു കൊടുത്തു. എന്തായാലും പൗലോസിലേക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞ കാര്യം ഈ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ അതേപടിയും കേട്ടു. പൊടി തട്ടിക്കളഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയി. അവർ പോകുമ്പോഴും എന്താണ്? പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആനന്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചില സ്ഥലങ്ങളിൽ നിൽക്കേണ്ട ഒരു കാലമുണ്ട്. അവിടെ കൂടുതൽ കാലം നിന്നാൽ ചിലപ്പോൾ അവിടുത്തെ കയ്യടി കാരണം അവിടെ നിന്നു പോകും. എത്തേണ്ട സ്ഥലത്ത് ഒരിക്കലും എത്തത്തില്ല. ഒരു അപകടമാണ്. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് കുറേ കാലം നിന്നു, ഒരു സ്ഥലത്ത് കുറേ കാലം ജോലി ചെയ്തു, അവിടെ എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. പെട്ടെന്ന് ഒരു ദിവസമാണ് നിങ്ങളെ തെറ്റിദ്ധരിക്കും, നിങ്ങളുടെ ട്രാൻസ്ഫർ കിട്ടുന്നു, നിങ്ങളെ അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ചങ്ക് പൊടിഞ്ഞു പോകൂലേ? പൊടിഞ്ഞു പോവോ? ജോലിയില്ല, അപ്പോഴാണ് ട്രാൻസ്ഫർ. അങ്ങനെയാണ്. നിങ്ങൾ നന്നായിട്ട്, നിങ്ങൾ ഏറ്റവും ആനന്ദത്തിൽ നിന്നൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നിങ്ങളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. വിശ്വസിക്കാത്തവന് ഇതിനെ ഒരു ശാപമായിട്ട് കാണാം. വിശ്വസിക്കുന്നവന് ഇതിങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് എന്നെ ഇളക്കിയില്ലെങ്കിൽ എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ കർത്താവിന് പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇച്ചിരി വേദനയാണ് ഇത് ഇട്ടേച്ച് പോകാൻ. ഇച്ചിരി വേദനയാണ്. ചില ബന്ധങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകാം. ഇത്രയും കാലം ഇങ്ങനെ ചേർന്ന് നിന്ന ഒരാൾ പെട്ടെന്നങ്ങ് പോയി. ഒരു ഉത്തരവില്ല. നോ ആൻസർ. എന്തിനിങ്ങനെ പോയി, എന്തിനിങ്ങനെ ചെയ്തു? നോ ആൻസർ. പക്ഷെ നീ ഇത് മുറിച്ച് കളഞ്ഞാലേ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ആളുടെ അടുത്തും നിന്നെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. എന്നുണ്ടോ? എന്തോരം കല്യാണാലോചന വന്നേ വഴക്കുണ്ടാക്കുമ്പോൾ പറഞ്ഞില്ലേ, അത് മതിയായിരുന്നു, അത് പോരാ, ഇത് തന്നെ വേണം. നിനക്ക് വേണ്ടിയല്ല, അയാൾക്ക് വേണ്ടി ഇത് തന്നെ മതിയാവുള്ളൂ. പൗലോസ്ലീഹായ്ക്ക് ഒരു മുറിവാണ്. അപ്രീസിയേഷൻ കിട്ടിയ ഒരു സ്ഥലത്ത്, ആളുകൾ അത്രയധികം ജനാവലി വന്നു കൂടിയൊരു സ്ഥലത്ത് പെട്ടെന്ന് അവിടുന്ന് പോകുക എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ നിന്നെ ഇവിടുന്ന് മുറിച്ച് മാറ്റിയാലേ നിന്നെക്കൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ കർത്താവിനെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്ഥലം, ഈ വ്യക്തി, ഈ കൂട്ട്, ഈ ദുശീലം, ഈ ഇഷ്ടങ്ങൾ, ഇതിലൊരു മുറിവ് വന്നാൽ മാത്രമേ കർത്താവ് എത്തിക്കേണ്ട ഒരു സ്ഥലത്ത് കർത്താവിന് നിന്നെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ കിടക്കും. അപ്പോഴും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇത് നിനക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇവിടെ നിന്ന് ചവിട്ടി കയറാൻ വേണ്ടി ഒരു പലക മാത്രം ഇട്ടെന്നുള്ളൂ. വലിയ തുറന്ന് ഒരുക്കി വെച്ചേക്കാണ്.
അതുകൊണ്ട് വിശ്വാസമുള്ളവർ, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ: എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ ജോലി, എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഇഷ്ടങ്ങൾ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആശ്രയത്വം, എനിക്ക് നഷ്ടമായി പോയ ആ സൗഹൃദം, വേദനയല്ല, വലുതൊന്നിലേക്ക് എന്നെ എത്തിക്കണമെങ്കിൽ ഇത് മുറിച്ച് കളഞ്ഞേ മതിയാവും. പാടാണ് ഇത് ഹൃദയത്തിലേക്ക് എടുക്കാൻ, പക്ഷേ എടുത്തോളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പലതരത്തിൽ ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അന്ത്യോക്യയിൽ നിന്ന് പൗലോസ്ലീഹ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. എങ്ങോട്ടാണ്? ഇക്കോണിയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. 2 സ്ഥലം ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആദ്യത്തെ സ്ഥലം പറ, അന്ത്യോക്യ. അന്ത്യോക്യയിൽ പൗലോസ്ലീഹ പോയി പ്രസംഗിക്കുന്നു, ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ആൾക്കാർ ഓടിച്ചു കൊടുത്തു. അടുത്ത സ്ഥലത്തേക്ക് എങ്ങോട്ടാണ് പോണേ? ഇക്കോണിയത്തിലേക്ക്. ചില സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ ഓടാൻ തോന്നും കേട്ടോ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് അവസാനം പറഞ്ഞുതരാം. വലിയ ഓട്ടത്തിലൊന്നും വലിയ കഥയൊന്നുമില്ല. നമുക്കിപ്പോൾ തോന്നുന്നേ ഇവിടെ നിന്ന് മാറിയാൽ അതൊക്കെ ശരിയാവും. ചില സമയത്ത് ഇങ്ങനെ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ചില സ്ഥലം ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ പിടിച്ച് നിൽക്കണം, ചില സ്ഥലങ്ങളിൽ ഓടണം. അത് എവിടെ നിന്ന് ഓടണം, എവിടെ നിൽക്കണം എന്നുള്ളത് പരിശുദ്ധാത്മ പറഞ്ഞു തരണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്തും കർത്താവിനോട് ചേർന്ന് ഉപവസിച്ചും പ്രാർത്ഥനകളും കഴിഞ്ഞാൽ എപ്പോൾ ഇറങ്ങിപ്പോണം, എപ്പോൾ ഇറങ്ങിപ്പോവരുതെന്ന് കർത്താവ് പറയും. ചില വല്ലാണ്ട് വീർപ്പ് മുട്ടലായിരിക്കും, പക്ഷെ ആ വീർപ്പ് മുട്ടലിൽ അങ്ങേ അറ്റത്തായിരിക്കും നിങ്ങൾക്കൊരു പ്രൊമോഷൻ കാത്തിരിക്കുന്നു. കിട്ടുന്നുണ്ടോ? ആ ഫോൺ ഒന്ന് ഓഫാക്കിയേക്കോ. വേറെ ഒന്നും കൊണ്ടല്ല, 97 റിംഗ് ടോണാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ധ്യാനത്തേക്ക് വരുമ്പോഴത്തേനും പുറത്തുനിന്ന് സൈലൻ്റ് ആക്കിയിട്ടൊക്കെ പോരട്ടോ. എനിക്കാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ തെറ്റും. നിങ്ങൾക്ക് എല്ലാവരും കൂടെ എന്നെ വായി നോക്കിയാൽ പോരെ? എനിക്ക് നിങ്ങളെല്ലാവരും കൂടെ വായി നോക്കണ്ടേ? എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു. ശ്രദ്ധ തെറ്റും പെട്ടെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ പൗലോസ്ലീഹ അന്ത്യോക്യയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം, ഇക്കോണിയത്തിലേക്ക് പോകണം. ആദ്യത്തെ സ്ഥലത്ത് ഒരു സ്ട്രഗിൾ ഉണ്ടായി, പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. നമുക്ക് 14-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാം. 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവർ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു. യഹൂദരും ഗ്രീക്കുകാരും അടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു. കാരണം അവർ പ്രസംഗിക്കുമ്പോൾ അപ്പുറത്തുണ്ടായ സഹനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയല്ല, പുതിയ സ്ഥലത്ത് വന്ന് അവന്മാര് നമ്മളെ ചെയ്തില്ല കേട്ടോ, അവര് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല, പുതിയ സ്ഥലത്ത് വന്ന് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച കാര്യം തുടർന്നു. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു, ജനം വിശ്വസിച്ചു. 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ: വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരങ്ങൾക്കെതിരായി വിജാതീയരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അപ്പം ചിലപ്പോൾ തോന്നിയേക്കാം അന്ത്യോക്യയായിരുന്നു നല്ലത്. അതാ മുമ്പേ പറഞ്ഞേ, എല്ലാ സ്ഥലത്തും പോയാലും സ്ട്രഗിൾസ് ഉണ്ടാവും, ശരിയാണോ? ഇതില്ലാത്ത ജീവിതമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്നാലും, നിങ്ങൾ കർണാടകത്തിൽ പോയി നിന്നാലും, നിങ്ങൾ യൂറോപ്പിൽ പോയി നിന്നാലും എല്ലായിടത്തും സഹനങ്ങളുണ്ട്. ഇവിടുന്ന് മാറിയാൽ അവിടെ പോയാൽ ശരിയാകും, അവിടെ വേറൊരു തെറ്റായിരിക്കും. എവിടെ പോയാലും നമ്മൾ അനുഭവിക്കേണ്ട ചില സങ്കടങ്ങളുണ്ട്, അതുകൊണ്ട് അത് വരും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഉപദ്രവിച്ചവർ തന്നെ അവിടെ ചെന്ന് ഉപദ്രവിച്ചേക്കാം, വന്നേക്കാം. ഇവിടെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തി അതേ പാപങ്ങൾ തന്നെ അവിടെ പോയി അസ്വസ്ഥപ്പെടുത്തിയേക്കാം. ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, കർത്താവെ ധ്യാനേന്ദ്രത്തിൽ നിന്ന് മാറി 1 മാസം എവിടെയെങ്കിലും കാട്ടിപ്പോയിരുന്നാലോ എന്ന് വിചാരിക്കാറാണ്. ഞാൻ അങ്ങനെ പോയി ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ കാട്ടിപ്പോയിരിക്കുമ്പോഴും തല നമ്മുടെ തന്നെയല്ലേ, ഓർമ്മ നമ്മുടെ തന്നെയല്ലേ, അതിങ്ങ് കയറി വരും. എന്താ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഇല്ല, അച്ഛന് മാത്രമേ അങ്ങനത്തെ പ്രശ്നമുള്ളൂ അല്ലേ? അതങ്ങനെ വരും. ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ചില സാധനങ്ങൾ ഇങ്ങനെ ക്ഷമിച്ചതായിരുന്നല്ലോ, പുറത്തതായിരുന്നല്ലോ, ക്ഷമയെക്കുറിച്ച് 18 ക്ലാസ്സുകൾ എടുത്തായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കും. പക്ഷേ സാധനം ഇങ്ങനെ കയറി വരും, പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ കയറി വരും. ഇപ്പോൾ പൗലോസ്ലീഹയ്ക്ക് വേണേ ചിന്തിക്കാം, അന്ത്യോക്യയിൽ സങ്കടപ്പെട്ട് ദൈവമേ ഇവിടെ സങ്കടം, അന്ത്യോക്യയിൽ നിന്നാ മതിയായിരുന്നു. നോ, ഇവിടെ വെച്ചും അടുത്തുണ്ടാവുന്ന പ്രലോഭനം ഇതാണ്. പ്രലോഭനമല്ല, അടുത്തൊരു തീരുമാനം വരാം. അന്ത്യോക്യയിൽ ചെയ്ത പോലെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോവാം. കാരണം അവിടുന്ന് പോകുന്നത് നന്നായി എന്ന് തോന്നുന്ന രീതിയിൽ ഇവിടെ ജനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സഹനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൗലോസ്ലീഹ ചെയ്തത് ഇട്ടേച്ച് പോവല്ല ചെയ്തു. നമ്മൾ മുമ്പേ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ നിന്ന് ഇട്ടേച്ച് പോവേണ്ടതുണ്ട്, വഴി അപ്പുറത്ത് തുറന്നു കിടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നിൽക്കേണ്ടതുണ്ട്. യു ഹാവ് ടു. ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തോന്നും നമുക്ക് പരമാവധി പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. വീട്ടിലൊരു തെറ്റിദ്ധാരണ, സംശയം, വഴക്ക്, എല്ലാ ദിവസവും അടിയും പിടിയും സങ്കടവും, ഒരു തരത്തിലുള്ള സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. ജീവിത പങ്കാളിന്നോ മക്കളെന്നോ മാതാപിതാക്കളെന്നോ ഇട്ടെറിഞ്ഞ് പോയേക്കാമെന്ന് തോന്നുന്നൊരു സമയം ഉണ്ടാവും. ഇട്ടെറിഞ്ഞ് പോയവരുണ്ട്, ഇത് വേണ്ട അത് മതി എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ടും ഉണ്ടായില്ലേ, സ്വർഗമായിരുന്നില്ലല്ലോ. നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുപോകുന്ന ചില സമയങ്ങളുണ്ട്. ചില ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ ഒരു രക്ഷയിൽ ഇട്ടേച്ച് പോകാൻ വേണ്ടി അവിടെ നിൽക്കും. ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട്, അച്ഛനായി കഴിഞ്ഞ ഇപ്പം നിങ്ങൾ കുടുംബജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്നവരോട് എനിക്ക് എന്നാ പറയാൻ പറ്റും? സാരമില്ല, ഈ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയാൻ പറ്റും. നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം നിങ്ങളുടേതാണ്, എനിക്കറിയാൻ പാടുണ്ടോ? അത് ഇല്ലെന്ന്. ചാച്ചനും അമ്മയൊക്കെ വഴക്കുണ്ടാക്കുന്ന മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ വഴക്കുണ്ടാക്കാൻ എനിക്കൊരു ഭാര്യയെ കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കാം. ഭാര്യനെ ഇട്ടേച്ച് പോലെ നിൽക്കുക, അവൾ തല്ലിയാലും ഇടിച്ചാലും അവിടെ നിൽക്കുന്നതൊക്കെ പറയാം. ഭർത്താവിനെ കുറിച്ച് അത് പറയാം. ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ജീവിതമാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർത്തുണ്ട്, കർത്താവെ എനിക്കിപ്പോൾ ഒരു വഴക്കുണ്ടായി. ലിജോച്ചൻ നോബിളിച്ചനൊക്കെ കൂടെയുണ്ട്. ഞങ്ങൾ ജീവിതത്തിൽ ഇതൊരു വഴക്കുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കാരണം എല്ലാവരും എന്നെക്കാട്ടും 10 വർഷത്തിൻ്റെ സീനിയറാണ്. വഴക്കുണ്ടാക്കിയാൽ ചില മൂക്കിലിട്ട് ഇടി കിട്ടിയാലോ എന്ന് വിചാരിച്ചുകൊണ്ടല്ല, വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യവും സമയവും നമുക്കില്ല. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്യും, ഞാനും നോബിളച്ചനും ലിജോച്ചനും കൂടെ ഭയങ്കര വഴക്കാന്ന് വിചാരിക്കും, അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാനും നോബിളച്ചനും ഒരു സൈഡ്, ലിജോച്ചൻ ഒറ്റയ്ക്ക്. ലിജോച്ചനെ ഞങ്ങളിങ്ങനെ വട്ടക്കൊട്ട വെള്ളം കോരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ലിജോച്ചൻ എന്താ ചെയ്യും? ഒരു ദിവസം പോലും ലിജോച്ചന് ശ്വാസം വിട്ട് ഉറങ്ങാൻ പറ്റണില്ല. നോബിളച്ചൻ അവിടുന്ന് ഉപദ്രവിക്കുന്നു, ജിൻസച്ചൻ അപ്പുറത്തുനിന്ന് ഉപദ്രവിക്കുന്നു, ജിൻസച്ചൻ വചനം പറഞ്ഞ് ഉപദ്രവിക്കുന്നു, നോബിളച്ചൻ പ്രാർത്ഥിച്ച് ഉപദ്രവിക്കുന്നു. അത് കഴിയുമ്പോൾ ഞങ്ങൾ വഴക്കുണ്ടാക്കി ഉപദ്രവിക്കുന്നു. ഒരു തരത്തിലും ശ്വാസം കിട്ടുന്നില്ലാത്ത അവസ്ഥ. ഇന്ന് ലിജോച്ചൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ലിജോച്ചനെ പറഞ്ഞു. നോബിളച്ചനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട്, എനിക്കങ്ങനെ ഒരു അസ്വസ്ഥത വന്നാൽ ഒരച്ഛനെന്ന നിലയിൽ ആത്മീയത ഒട്ടും ഇല്ലാന്ന് വിചാരിക്കുക, എനിക്ക് ഇറങ്ങി എങ്ങോട്ടേലും പോവാം, ശരിയല്ലേ? വണ്ടി എടുത്തിട്ട് എല്ലാം കൂടെ എങ്കിലും പോയി കറങ്ങി അടിച്ച് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം. വിവാഹം കഴിച്ച ഒരാളോ പിന്നെയും ബുദ്ധിമുട്ടാണ്. അച്ഛന്മാരെല്ലാവരും കൂടെ എന്നെ ഉപദ്രവിക്കും, ഞാൻ അച്ഛന്മാർ ഉപദ്രവിക്കും, ഭയങ്കര വഴക്ക്. പ്രൊവിൻഷ്യലോട് പറഞ്ഞിട്ട് എനിക്കൊരു ട്രാൻസ്ഫർ മേടിക്കാം. നിങ്ങൾ എന്നാ ചെയ്യും? എത്ര സമുന്നത വിന്ന് പുരോഹിത നീ വരമേറ്റ വിശിഷ്ട സ്ഥാനം അല്ലേ? ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കൊതിക്കണ്ട, മക്കളെ വിട് കേട്ടോ, അച്ഛനൊക്കെ വിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പൗലോസ്ലീഹ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില സമയത്ത് ഇട്ടേച്ച് പോകാൻ തോന്നും. പിടിച്ച് നിന്ന് നോക്ക്. ഐ ക്യാൻ ഓൺലി അഡ്വൈസ്. എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ദമ്പതികളോട്, കുടുംബങ്ങളോട് എനിക്കൊരു ഉപദേശം പോലെ പറയാൻ അത്രേ ഉള്ളൂ. പിടിച്ച് നിന്ന് നോക്ക്. എങ്ങനെ? സഹിച്ച് നിൽക്കാനല്ല ഞാൻ പറയണത്. സഹിച്ച് നിന്നാൽ നിങ്ങൾ പൊട്ടിച്ച് ഇട്ടേച്ച് പോകും. പിടിച്ച് നിൽക്കുക. ആരെ പിടിച്ച് നിൽക്കുക? അത് പോയാൽ പോയി. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പിടിച്ചു നിൽക്കാനുള്ള ഒറ്റ കാരണം ഈശോയെ പിടിച്ചു എന്നുള്ളതാണ്. ജീവിത പങ്കാളി പിടിക്കാൻ കൊള്ളത്തില്ല, അയാളെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, മക്കളെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ചില ആളുകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഞാനതുകൊണ്ട് പിടിച്ചു നിൽക്കാനല്ല ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ പിടിച്ചു നിൽക്കുക. മറ്റേ പിടുത്തം നടക്കില്ല. ചിലപ്പോൾ നിങ്ങൾ തല്ലിപ്പൊളിഞ്ഞ് ദൂരോട്ട് പോകും. പിടിച്ചു നിൽക്കുക, ഈശോയെ പിടിച്ചു നിൽക്കുക. പൗലോസ്ലീഹ പിടിച്ചു നിന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ വെച്ച് പൊടി തട്ടി ഇളക്കി കളയല്ല ചെയ്തത്. 3-ാമത്തെ വാക്യം, 14-ാമത്തെ 3-ാം വാക്യം. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഇട്ടേച്ച് പോയില്ല. എന്നാ സംഭവിച്ചെന്ന് നോക്കിയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നൽകി. എന്നാ ഗ്രേഡ് മാറുന്നത് ശ്രദ്ധിക്കണം. അപ്പുറത്തെ സ്ഥലത്ത് ആളുകൾ മുഴുവൻ കൂടി പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അന്ത്യോക്യയിൽ സഹനം ഉണ്ടായി, അവർ ഇട്ടേച്ച് പോയി. ഇവിടെ ആള് കൂടി, സഹനം വന്നു, ഇട്ടേച്ച് പോയില്ല, ഈശോയെ പിടിച്ചു നിന്നപ്പോൾ ഈശോ അവരെ പിടിച്ചു നിർത്തി. അവരോട് വചനം പറയാനുള്ള ശക്തി മാത്രമല്ല കൊടുത്തത്, ഇവർ പറയുന്ന വചനം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ കർത്താവ് അവരുടെ കൂടെ നിന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പിടിച്ചു നിൽക്കുകയല്ല, കർത്താവിൽ നീ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, ആ ജോലി സ്ഥലത്ത്, ആ പഠിക്കുന്ന സ്ഥലത്ത്, ആ വീട്ടിൽ കർത്താവിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, നീ പിടിച്ചു നിന്നത് കർത്താവിനെയാണെന്ന് ബോധ്യപ്പെടുത്താൻ നിന്നെ ഒരു സാക്ഷ്യമാക്കി, നിന്നെ ഒരു അടയാളമാക്കി കർത്താവ് അവിടെ നേരെ നിർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ചുറ്റുമുള്ള സകലരും, ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഇട്ടേച്ച് പോകാൻ. സഹപ്രവർത്തകർ, സഹപാഠികൾ പറഞ്ഞിട്ടുണ്ടാവും ഇട്ടേച്ച് പോകാൻ. ഇല്ല, ഇട്ടേച്ച് പോയില്ല. എൻ്റെ കർത്താവ് എന്നെ ഇവിടെ നിർത്തിയതാണെങ്കിൽ കർത്താവിനെ പിടിച്ച് ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ, നീ നിന്നത് കർത്താവിനെ പിടിച്ചാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് തന്നെ നിനക്ക് ഒരടയാളം തരും. നിന്നെ ഒരു അടയാളമാക്കി, നിന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റും. എന്തിന്? നിന്റെ വിശ്വാസം കണ്ട് ഒരുപാട് പേര് ഈ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ, നിന്റെ പിടിച്ചു നിൽക്കൽ കണ്ടിട്ട് ഒരുപാട് പേർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈസി അല്ല, ഇതൊന്നും ഈസി അല്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊന്നും ഈസി അല്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛന് ഇതൊരു സന്ദർഭമാണ്, സാഹചര്യമാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് ഇതൊരു തീപ്പൊള്ളലാണ്. പക്ഷെ പൊള്ളാതെ പൊതിഞ്ഞു പിടിക്കുന്ന പൊന്നുതമ്പുരാനെ നിങ്ങൾ കാണുന്നില്ലേ പൊന്നുമക്കളെ എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ട്. പൊള്ളാതെ പൊതിഞ്ഞു പിടിക്കുന്ന പൊന്നുതമ്പുരാനെ നിങ്ങൾ കാണുന്നില്ലേ? തീയുണ്ട്, ചൂടുണ്ട്, പൊള്ളുന്നില്ല. ഈശോയുടെ സാന്നിധ്യം നിങ്ങൾ കാണുന്നുണ്ട് ഈ വേദനയ്ക്കിടയിൽ. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരുന്നേ, അവരുടെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. ഒരുമിച്ച് വായിച്ചു, നിങ്ങൾ കൂടെ വായിച്ചോട്ടെ, നിങ്ങൾക്ക് ഉറക്കം വരും.
ഭിന്നതയുണ്ടായി. ചിലർ യഹൂദരുടെ കൂടെയും ചിലർ അപ്പസ്തോലന്മാരുടെയും കൂടെ ചേർന്നു. അവരെ അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം വിജാതിയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി. രണ്ടും സഹനങ്ങളാണ്. ഒന്ന്, നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും എന്ന് പറയുന്ന വാക്കുകളുടെ വേദന. രണ്ട്, നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള കല്ലേറിൻ്റെ വേദന. കിട്ടുന്നുണ്ടോ? രണ്ടിൽ ഗ്രേഡ് കൂടിയത് ഏതാണ്? കല്ലേറ് കിട്ടുന്നു. ദേഹം നൊന്താ, ബാക്കിയൊക്കെ ഓക്കെ. ദേഹം നൊന്താ അടികിട്ടിട്ടുണ്ട്, നമ്മൾ എന്നാ ചെയ്യും? കല്ലെറിയാനൊരു നീക്കം ഉണ്ടായി. പൗലോസ് എന്നാ ചെയ്യുന്നറിയോ? അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്: ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ നഗരങ്ങളായ ലിസ്ത്രായിലേക്കും ദർബയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പലായനം ചെയ്തു. നല്ല വാക്കാണ് പലായനം. നമ്മൾ എഴുതിയായിരുന്നെങ്കിൽ ഒളിച്ചോടി, അല്ലേ? മുങ്ങി. അവിടുന്ന് മുങ്ങി പൗലോസ്ലീഹ. ആര്? നമ്മുടെ പൗലോസ്ലീഹ. വലിയ ടീമാണ്, അല്ലേ? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും മരിക്കും എന്നൊക്കെ പറഞ്ഞു നടന്ന പാവം. എന്തിനാണെന്നറിയോ? ഇത് മനസ്സിലാക്കണം. മുമ്പ് പറഞ്ഞില്ലേ, പൗലോസ്ലീഹ ഇങ്ങനെ ചങ്കുപൊട്ടി പറഞ്ഞു, ഞാനോ ദുർഭകനായ മനുഷ്യൻ. നമുക്കൊരാശ്വാസമാണ്. നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപികളല്ലെന്നും ഏറ്റവും വലിയ പാപിയാണേലും ഈശോ പിടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നും തിരിച്ചറിയാൻ ഈ പൗലോസ്ലീഹയുടെ ഈ ഓട്ടവും നമുക്കൊരു ഇൻസ്പിറേഷനാണ്. പോസിറ്റീവ്ലി ചില സമയങ്ങളിൽ നമ്മൾ ഇട്ടേച്ച് പോയിട്ടുണ്ടാകാം ഈശോയെ, ഈ ശുശ്രൂഷയിൽ നിന്ന് പോയിട്ടുണ്ടാകാം, ഒളിച്ചോടിയിട്ടുണ്ടാകാം. എവിടെ ഒളിച്ചോടിയാലും തേടി വരും, തേടി വരും. പൗലോസിലേക്ക് ഇങ്ങനെ ഒരു കുറവ് സംഭവിച്ചു, നിർത്തിയില്ല, ഈശോ പിന്നെയും ഉയർത്തി. പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 7-ാം വാക്യം: അവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അടുത്ത സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, അന്ത്യോക്യയിൽ നിന്നൊരു യാത്ര എങ്ങോട്ട്? ഇക്കോണിയത്തിലേക്ക്. ഇക്കോണിയത്തിൽ നിന്ന് ഇനി പലായനം ചെയ്ത് പോവുകയാണ് ഒരു സ്ഥലത്തേക്ക്. അടുത്ത ടൈറ്റിൽ ഇങ്ങനെയാണ്, 14-ാമത്തെ അധ്യായത്തിൽ ലിസ്ത്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തുകയാണ്. വളരെ രസകരമായ ഒരു സംഭവം, നിങ്ങളത് വായിക്കണമെന്നില്ല, അച്ഛനൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ. അങ്ങനെ ഇവർ പലായനം ചെയ്ത് ലിസ്ത്രയിൽ എത്തിയപ്പോൾ അവിടെയും പൗലോസ്ലീഹ ചെയ്യാൻ പോയത് പ്രസംഗിച്ചു, വചനം പ്രഘോഷിച്ചു. വചനം പ്രഘോഷിക്കുന്നതിനിടയ്ക്ക് അന്ത്യോക്യയിൽ പ്രസംഗിച്ചു, ഇക്കോണിയത്തിൽ പ്രസംഗിച്ച് അത്ഭുതങ്ങളൊക്കെ കർത്താവ് പ്രവർത്തിച്ചു. ലിസ്ത്രയിൽ വന്നപ്പോൾ ഈ അത്ഭുതത്തിൻ്റെ ഗ്രേഡ് മാറി. അത്ഭുതത്തിൻ്റെ ഗ്രേഡ് മാറി. പൗലോസ്ലീഹ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, കാല് മേലാത്ത ഒരാളിരിക്കുകയാണ്. പൗലോസ്ലീഹ അവനെ തുറിച്ചു നോക്കി, അവനെ ഭയങ്കര സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് പൗലോസിലേക്ക് ബോധ്യപ്പെട്ടു. അവനോട് പറഞ്ഞു, നീ എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റ് ഓടി. ആ വാക്കുകൾ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, തുറിച്ചു നോക്കി അത്ഭുതം പ്രവർത്തിക്കുകയാണ്. എന്നുവെച്ചാൽ അത്ഭുതത്തിൻ്റെ ഗ്രേഡ് മാറി. ഈ പൗലോസിലയുടെ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ചില സ്ഥലങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ പൗലോസിലെ ഇങ്ങനെ തുവാലയൊക്കെ പിടിച്ച് നടക്കുന്ന സമയത്ത് പൗലോസിലയുടെ തുവാലയെ വന്ന് തൊട്ട ആൾക്കാരൊക്കെ സൗഖ്യപ്പെടുന്നു. ഈ പൗലോസ്ലീഹ ഇഷ്ടമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയല്ല, പൗലോസ്ലീഹയെ പരീക്ഷിക്കാൻ. എൻ്റെ കൂടെ കൂട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തുവാലയൊക്കെ തൊടുത്ത് നോക്കിയിട്ട് ഞാൻ ഈ ഫാനില്ലെങ്കിൽ നന്നായിട്ട് വേർക്കും. ചിലപ്പോൾ അത്ഭുതങ്ങളെക്കാൾ വലുതായിട്ട് ചിലപ്പോൾ അടയാളങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കാണുന്ന. ആളുകൾ മറിഞ്ഞടിച്ച് വീഴുന്നത് കൃപ കൊണ്ടല്ല, ബോധം കെട്ട് താഴെ വീഴുന്നത് ചിലപ്പോൾ ഞാൻ കാണേണ്ടി വരും. എൻ്റെ തുവാല എങ്ങാനും തൊട്ടിട്ടുണ്ട്. പൗലോസ്ലീഹ ഇങ്ങനെ തുറിച്ചു നോക്കി അത്ഭുതം പ്രവർത്തിച്ചു. ഞാനും തുറിച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ തുറിച്ചു നോക്കുന്ന പോലെ അത്ഭുതങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളും എന്നെ തുറിച്ചു നോക്കുന്നു എന്നുള്ള അത്ഭുതങ്ങളാണ് കണ്ടത്. ഇനി വേറെ ഒന്നുണ്ട്, ചില സമയത്തൊക്കെ പ്രസംഗങ്ങൾ ബോറായി പോവാറുണ്ടല്ലോ. ഇല്ലേ എന്തെങ്കിലും പറയണ്ട, എനിക്ക് വിഷമം. പൗലോസ്ലീഹ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നല്ല ബോറം പ്രസംഗം നടത്തിയതല്ല, പാതിരാത്രി വരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കാരണം പിറ്റേ ദിവസം റോമിന് പോകാനുള്ളതുകൊണ്ട് രാത്രി മുഴുവൻ പറഞ്ഞ് പ്രസംഗിച്ചു. അർദ്ധരാത്രിയായി ഒരു പയ്യൻ ഇങ്ങനെ എവുത്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ മണ്ടയ്ക്കൊന്ന് താഴെ വീണു. ബോറടിച്ച് പുള്ളി ആദ്യം ഭിത്തിയച്ചാരി ഇരുന്ന് അമ്മച്ചി നിർബന്ധിച്ചു കൊണ്ടുവന്നാണ്. പണ്ടത്തെ കരിസ്മാറ്റിക് അമ്മച്ചിയാണ്. മോന് താല്പര്യമില്ല, എന്നാലും അമ്മച്ചി കൈ പിടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ പ്രസംഗം നീണ്ട് പൗലോസ്ലീഹയുടെ പ്രസംഗമൊക്കെ കേട്ടിങ്ങനെ ചാഞ്ചാടി ആടി ഉറങ്ങി അങ്ങനെ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ് പെടലി ഒടിഞ്ഞ് മരിച്ചു. പ്രസംഗം നിർത്തി, ആൾക്കാരെല്ലാം ഇറങ്ങി ഓടി. പൗലോസ്ലീഹ ഇറങ്ങി വന്ന് എല്ലാവരെയും മാറ്റി, കാറ്റ് കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എനിക്ക് ഈ അത്ഭുതം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ല, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കുന്നതെന്ന് വെച്ചാൽ മരിച്ചവരെ ഉറപ്പിക്കും, കർത്താവ് ഉറപ്പായിട്ട് ഉറപ്പിക്കും. പക്ഷേ ഞാൻ എന്തോ കണ്ടിട്ടില്ല. ഞാൻ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ആരും ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉറങ്ങുന്ന അവർ മരിച്ചാൽ ഞാൻ വന്ന് കെട്ടിപ്പിടിക്കും കേട്ടോ, അല്ലാണ്ട് കെട്ടിപ്പിടിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹയുടെ വളരെ വെറൈറ്റി എന്ന് പറഞ്ഞ അത്ഭുതങ്ങൾ ഈ ലിസ്ത്രയിൽ വെച്ച് സംഭവിക്കുന്നതാണ്. ഈ പയ്യന് അവനെ നോക്കുമ്പോൾ, അവനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഇവനെ കണ്ടാൽ അറിയാം എന്തുണ്ട്, വിശ്വാസമുണ്ട്. അവനോട് പറഞ്ഞു എഴുന്നേക്കണമെന്ന്. നിങ്ങളോട് ഞാനൊന്നും പറയാത്ത എന്നാണെന്നറിയോ? അതുകൊണ്ടാണോ? അല്ല, നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളവിടെ ഇരിക്കുക. ഓക്കെ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവൻ എഴുന്നേറ്റ് ഓടി. ഈ അത്ഭുതം നടന്നപ്പോഴത്തേനും ഒരു വേറെ സംഭവം അവിടെ നടന്നു.
നാട്ടുകാർ മുഴുവൻ കണ്ണു തള്ളി. എടാ അല്ലേ, ജിൻസച്ചൻ ഇങ്ങനെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആപ്പിളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആള് കൂടുന്ന കാണണം നിങ്ങൾക്ക്. വചനപ്രഘോഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച ആൾക്കാർ ഇങ്ങനെ ജിൻസച്ചൻ്റെ അടുത്ത് പോയാൽ ആപ്പിൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് വരും. ഒരു പരസ്യം വെക്കാണ്ട് വരുമെന്ന് എനിക്കറിയാം. അന്ന് സംഭവിച്ചു, അന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു. പൗലോസിലെ ഈ പ്രസംഗിച്ച് അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ആൾക്കാർ മുഴുവനും കൂടെ ചുറ്റും കൂടി പേര് മാറ്റി വിളിച്ചു പറഞ്ഞാൽ ചീത്ത വിളിക്കല്ലേ ഇത്, അണ്ണാ പെരിയോരെ എന്നൊക്കെ വിളിച്ചങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. 2 പേരുണ്ട്, ബർണബാസും ഉണ്ട് പൗലോസും ഉണ്ട്. ബർണബാസ് ആളിച്ചിരി സ്റ്റൗട്ടാണ്, ഇച്ചിരി മസ്കുലർ ആണെന്ന് തോന്നുന്നു, ആള് നല്ല വെൽബിൽറ്റ് ആണെന്ന് തോന്നുന്നു. ബർണബാസിനെ നോക്കിയിട്ട് പറഞ്ഞു, സിയൂസ് ദേവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ഗ്രീക്ക് യവന പുരാണങ്ങളിലെ ദേവന്മാരുടെ ദേവനാണ് സിയൂസ് ദേവൻ. ആള് വെൽബിൽറ്റാണ്, ഒരു രാജാതിരാജൻ, ഒരു ദേവേന്ദ്ര ദേവൻ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഈ വെൽബിൽറ്റായ ബർണബാസിനെ നോക്കിയിട്ടാണ് തോന്നി ഇവരെ സിയൂസ് ദേവൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ഹെർമസ് ദേവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹെർമസ് ദേവൻ എന്ന് വെച്ചാൽ ഗ്രീക്ക് പുരാണങ്ങളിലെ വാക്കുകളുടെ ദൈവമാണ്, വാക്കുകളുടെ ദൈവം, ദ ഗോഡ് ഓഫ് വേർഡ്സ്. വാക്കുകളുടെയും വ്യാഖ്യാനത്തിൻ്റെയും ഒക്കെ ദൈവമാണ്, ദൈവസങ്കല്പമാണ്. അപ്പോൾ പൗലോസിനെ നോക്കിയിട്ട് ഹെർമസ് ദേവൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പം 2 പേരെയും എന്താക്കി മാറ്റി? വചനപ്രഘോഷകർ 2 പേരെയും എന്താക്കി മാറ്റി? ആ ദൈവങ്ങളാക്കി മാറ്റി. അവർ വന്നത് ദൈവത്തെ കാണിച്ചു കൊടുക്കാനാണ്, പക്ഷെ അവരെ എന്താക്കി മാറ്റി? നല്ല സുഖമുള്ള ഏർപ്പാടാണ് അത്, അല്ലേ? ഈശോയിലേക്ക് എത്തിച്ചില്ലേലും എന്നിലേക്ക് എത്തിച്ചാൽ ഒരു സുഖമാണ്. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചത് ആരാണ്? ഏൽപ്പിച്ചവൻ നമ്മളെ ചവിട്ടി തൂരെ കളയത്തേ ഉള്ളൂ. കുറച്ചു കാലം ഇങ്ങനെ നിൽക്കും, ചവിട്ടി തൂരട്ടെറിഞ്ഞാണ്. പൗലോസ്ലീഹായ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നതായതുകൊണ്ട് ഇവർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ ആരാധിക്കണം. ഈ ആൾക്കാർ വന്ന് പറഞ്ഞു, കാളേനെയൊക്കെ കൊണ്ടുവന്നു. എന്തിനാണ്? ബലിയർപ്പിക്കാൻ. ആരാ വന്നേക്കുന്നത്? ഹെർമസ് ദേവൻ, സിയൂസ് ദേവൻ വന്നിരിക്കുന്നു. പൗലോസ്ലീഹ തനിക്കോണം കാണിച്ചെന്ന് വെച്ചാൽ സുവിശേഷത്തിന് വേണ്ടി തീക്ഷ്ണതയുടെ അങ്ങേയറ്റത്ത് വരെ പോയി കളയും. പഴയ നിയമം ആണ് അതിനുവേണ്ടി കൊല്ലാൻ വേണ്ടി നടന്ന മനുഷ്യനാണ്. അപ്പം ഈ ആൾക്കാർ ഇത്രയും നേരം ദൈവവചനം പ്രഘോഷിച്ചു, ആൾക്കാർ എന്നെ ആരാധിക്കാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ യഥാർത്ഥ സുവിശേഷ പ്രഘോഷകനായ പൗലോസ്ലീഹ ഉടുപ്പ് വലിച്ച് കീറിയിട്ട് പറഞ്ഞു, മണ്ടന്മാരെ, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ്. ഏക സത്യദൈവമായിട്ട് ഒരാളേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. നമ്മൾ വിചാരിക്കും വല്ല കാര്യമുണ്ടോ? മര്യാദയ്ക്ക് പൂമാലയും ജണ്ടുമൊക്കെ മേടിച്ചങ്ങ് പോയാൽ പോരെ, അവർ തരുന്ന ടീയെ മേടിച്ചങ്ങ് പോയാൽ പോരെ. എന്തിനായി ആവശ്യമില്ലാത്ത കാര്യം പറയണം? ഇത് മര്യാദയ്ക്ക് ഇത് പറഞ്ഞു പോയാൽ അടുത്ത ആഴ്ച അത് നിങ്ങൾ കൺവെൻഷൻ വിളിച്ചോളും. ചൊറിയുന്ന വർത്താനം പറഞ്ഞിട്ട് എന്തിനത് ഉള്ള പറഞ്ഞു. ഇപ്പം കുറച്ച് നേരം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്നെ കുഴപ്പം, നിങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, നിങ്ങളെ ഒന്ന് ലൈക്ക് അടിച്ച്, നിങ്ങളെ ഒന്ന് ബട്ടൺ ബെല്ലടിച്ചിട്ട് എന്നെ കുഴപ്പം. അച്ഛാ, ഫാൻസ് വേണ്ടത് നമുക്കല്ല സാർ, നമുക്ക് ആവശ്യത്തിന് കാറ്റുണ്ട്. നമുക്ക് ഫാൻസ് വേണ്ടത് ആർക്കാണ്? ഈശോയ്ക്കാണ്. സങ്കടം കൊണ്ട് പറയുന്ന കേട്ടോ, സങ്കടം കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വചനം പ്രഘോഷിക്കുന്നവർക്ക് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. കർത്താവേ, ഈ അച്ഛൻ, ഈ സിസ്റ്റർ, ഈ ബ്രദർ, ഈ പ്രേക്ഷിതൻ, ഈ പ്രേക്ഷിത ഈശോയിലേക്ക് വഴി നയിക്കുന്ന ഒരു പാലം മാത്രമാകണേന്ന്. കിട്ടുന്നുണ്ടോ? അർത്ഥം പിടികിട്ടുന്നുണ്ടോ? പാലം മാത്രമാകണേന്ന്. ഇല്ലെങ്കിൽ നല്ലതാണ്. ഇപ്പം എക്സാമ്പിൾസൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നിങ്ങളിത് വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നു, ഞാനിത് ആദ്യം കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അച്ഛൻ പറയുന്ന വചനം കേട്ട് അച്ഛനിലേക്കാണ് ആകർഷണം വരുന്നതെങ്കിൽ യു ആർ ഇൻ ദ റോങ് ട്രാക്ക്. ആരെയായാലും ആ അച്ഛന് സുവിശേഷ പ്രഘോഷണം നിർത്തിയാൽ നിങ്ങളുടെ വിശ്വാസം കൂടെ തീരുമെന്ന്. വലിയൊരു അപകടമാണ്. കാരണം ഇയാളൊരു പാലം മാത്രമാണ്. പിടികിട്ടുന്നുണ്ടോ? ഒരു പാലം. എങ്ങോട്ട് കയറി ചെല്ലാൻ? ഈശോയിലേക്ക് കയറി ചെല്ലാൻ. പറഞ്ഞ ഹല്ലേലൂയ. ഇത് പറയുന്നതിൻ്റെ സെൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ തോന്നുന്നു. ഈ പാലത്തിലെല്ലാം നിങ്ങൾ വന്ന് നിൽക്കുന്നത് എനിക്ക് നല്ല രസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പാലത്തെ നിർത്താൻ വേണ്ടിയിട്ടല്ല ഈശോ നമ്മളെ ആരെയും വിളിച്ചേക്കുന്നത്. ആരിലേക്ക് എത്തിക്കാനാണ്? ഈശോയിലേക്ക് എത്തിക്കാൻ. പൗലോസ്ലീഹ വലിയൊരു മാതൃകയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാനല്ല, ആര്? ഈശോ മാത്രം. അവിടെ നിന്ന് ഉടുപ്പും വലിച്ചു കീറി ഈ ബലിയർപ്പിക്കാൻ വന്നവരെല്ലാം ചീത്ത പറഞ്ഞ് ഓടിച്ചു. എന്നാ സംഭവിച്ചെന്നറിയോ? ഈ പൂമാല ഇടാൻ വന്നവരെല്ലാം കല്ലെടുത്തു. വചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പുറത്തുനിന്ന് വന്ന അന്ത്യോക്യായിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും വന്ന യഹൂദർ ലിസ്ത്രായിലുള്ള ആളുകളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. അപ്പുറത്തുനിന്ന് തിരസ്കാരങ്ങളെ ഉണ്ടായുള്ളൂ. രണ്ടാമത്തെ സ്ഥലത്ത് കല്ലെറിയാനുള്ള നീക്കമേ ഉണ്ടായുള്ളൂ. മൂന്നാമത്തെ സ്ഥലത്ത് വചനം കലർപ്പില്ലാതെ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഏറ് കിട്ടി. ഏറെന്ന് പറഞ്ഞാൽ എമ്മാതിരി ഏറ്. പൗലോസ്ലീഹ മരിച്ചുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് ശിഷ്യന്മാർ വലിച്ചോണ്ട് പോയി. 14-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അന്ത്യോക്യായിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിയിച്ചു. മരിച്ചുപോയെന്ന് വിചാരിച്ച് അവർ അവനെ നഗരത്തിന് പുറത്തേക്ക്
വലിച്ചോണ്ട് പോയി. എന്തൊരു അവസ്ഥ ഓർത്ത് പോയി. അമ്മാതിരി ഏറ് കിട്ടിക്കണം. എഴുന്നേറ്റ് പൗലോസ്ലീഹ ഏറുകൊണ്ട് മരിച്ചൊന്നുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ 3 സ്ഥലങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഈ 3 സ്ഥലങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? അന്ത്യോക്യ, ഇക്കോണിയം, ലിസ്ത്ര. പെട്ടെന്ന് ചിന്തിച്ച് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സഹനം കിട്ടിയത് എവിടെ വെച്ചാ? ലിസ്ത്രയിൽ വെച്ചാ. അടുത്ത കുറവ് എവിടെ വെച്ചാ? ഇക്കോണിയത്തിൽ. ഏറ്റവും കുറവ് സഹനം കിട്ടിയത് എവിടെ വെച്ചാ? അന്ത്യോക്യയിൽ. 3 സ്ഥലത്തും കിട്ടി. വചനം പ്രഘോഷിക്കുക മാത്രമല്ല, വിശുദ്ധ ജീവിതം നയിക്കുക മാത്രമല്ല, പീഡനവും അതിൻ്റെ കൂടെ കിട്ടി. ഓരോ ഗ്രേഡ് കൂടി കൂടി വന്ന അവസാനം ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തി. പൗലോസ്ലീഹ പിന്നീടൊക്കെ പറയുന്നില്ലേ 2 കൊരിന്തോസ് 1:8 മുതലുള്ള വാക്യങ്ങൾ, മരണഭയം അല്ലെങ്കിൽ മരിച്ചു പോകുന്ന തരത്തിലുള്ള സഹനങ്ങൾ ഉണ്ടായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്രയും നേരം നിങ്ങളിത് കേട്ടോണ്ടിരുന്നല്ലോ, നിങ്ങൾക്കാണിത്, എന്നോട് ചോദിക്കണ്ട, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്തേനെ? സുവിശേഷ പ്രഘോഷണം ഒന്നും അല്ലാന്ന് വിചാരിക്കും, നിങ്ങളുടെ ജീവിതമാണെന്ന് വിചാരിക്കും. നിങ്ങളെ ഒരു സ്ഥലത്തുനിന്ന് നിങ്ങളെ തെറ്റിദ്ധരിച്ചു, നിങ്ങൾ അവിടുന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ആളുകൾ മുഴുവനും കൂടെ നിങ്ങളെ നശിപ്പിച്ച് കളയാൻ വേണ്ടി തീരുമാനം എടുക്കുന്നു. ഗൂഢാലോചനകൾ, ദുരാലോചനകൾ. അനുഭവം ഉണ്ടോ സാറേ? ഇല്ലല്ലേ? എന്നാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കർത്താവിനുള്ള വഴികൾ തുറക്കട്ടെ. ചിലപ്പോൾ അങ്ങനെ മനസ്സിലാവുള്ളൂ, കഥ വായിച്ചാൽ മനസ്സിലാവില്ല, കൊട്ട് കിളുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പിന്നെയും നിങ്ങൾ പിടിച്ചു നിന്ന് കർത്താവ് കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചങ്ങ് നിന്നു. അവസാനം സഹികെട്ട് ജീവൻ പിടിച്ചു നിർത്തണ്ടേ, ജീവിക്കണ്ടേ, ഇറങ്ങി ഓടി. പുതിയ സ്ഥലത്ത് വന്നു, വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും അയ്യോ, അപ്പുറത്ത് നിൽക്കുന്ന ഭേദം എന്ന് തോന്നുന്ന രീതിയിൽ അതികഠിനമായിട്ട് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു, കളിയാക്കപ്പെടുന്നു, ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെടുന്നു. ഉറക്കം പോകുന്നു. എന്നെ ചെയ്യും നിങ്ങൾ? ഇനി എങ്ങോട്ട് ഓടും? എന്നാ ചെയ്യണേ? ഒന്നും ചെയ്യല്ല. അന്ത്യോക്യയിൽ വെച്ച് തന്നെ കൊണ്ടായിരുന്നെങ്കിൽ അത്രയും തീർന്നെന്ന് വിചാരിച്ചാൽ മതിയാണ്. ഇത് ഇവിടെ വന്ന് അവിടെ എറിയേണ്ടവന്മാർ ഇവിടെ വന്നിട്ട് എറിഞ്ഞു കളഞ്ഞു അല്ലേ? അമ്മമാരുടെ ഉള്ളിലുള്ള വാശി എന്തോരായിരുന്നു അവർക്ക്. അവിടെ നിന്ന് എറിയേണ്ടതാണ്, ഇവിടെ വന്ന് എറിഞ്ഞു. എന്നെ ചെയ്യും ഡോക്ടർ? എന്നാ ചെയ്യും? എന്നാ ചെയ്യും? ചെവി പൊത്തി സഹിക്കും. 3ാമത്തെ സ്ഥലത്ത് എന്നാ ചെയ്യും? ചിരിച്ചോണ്ടിരിക്കും. എന്നാ ചെയ്യും? സഹിക്കും, മിടിക്കും. നീ ഇവിടെ ശുശ്രൂഷയ്ക്ക് നിന്നോ, വേണേ ടോക്ക് കൊടുക്കാൻ എനിക്ക് ഒരാളെ വേണം. സന്തോഷേട്ടാ എന്നാ ചെയ്യും? എന്നാ ചെയ്യല്ലേ ജിനു? എന്നാ ചെയ്യും? നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ടേ, ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വൈകിട്ട് സമയം കിട്ടുകയാണെങ്കിൽ, സമയം ഉണ്ടാവും, ചുമ്മാ നിങ്ങളുടെ ഒരു നോട്ട് ബുക്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ചുമ്മാ അങ്ങ് എഴുതി നോക്ക്. ഈ അനുഭവിച്ച് ഈ വചനഭാഗം ഒന്നുകൂടെ വായിക്കും. ഈ അപ്പോസ്തല പ്രവർത്തനം 13-14 അധ്യായങ്ങൾ ഒന്നുകൂടെ വായിച്ചിട്ട് ശരിക്കും ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എന്നാ ചെയ്തേനെ? അത് ഈ 3ാമത്തെ സ്റ്റേജിൽ എത്തിയെന്ന് വിചാരിക്കും. എന്നാ ചെയ്യും? ഓപ്ഷൻസാണ്. ആത്മഹത്യ ചെയ്യാം, കാരണം എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിച്ചു നമുക്ക് ചിന്തിക്കാം. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഓടാം. ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ അവിടെ ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കും. ഇല്ല, കൊച്ചു പറഞ്ഞ പോലെ ഈശോ ഉണ്ടല്ലോ. ഏറ് കൊണ്ടാലും ആരുണ്ട്? ഈശോ ഉണ്ട്. ഈശോയെയും മുറിപ്പെടുത്തിയില്ലേ? ഈശോയ്ക്കും വേദന വന്നില്ലേ? എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പിടിച്ചു നിൽക്കാം. നമുക്ക് ഈ ചേട്ടായി എന്നാ ചെയ്തതെന്ന് അറിയണ്ടേ? പൗലോസ്ലീഹ എന്നാ ചെയ്തതെന്ന് അറിയണ്ടേ? അത് പറഞ്ഞ് നമ്മളിതൊന്ന് അവസാനിപ്പിക്കാം. 14-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. 20 വാക്യങ്ങൾ. എന്നാൽ ശിഷ്യന്മാർ അവന് ചുറ്റും കൂടിയപ്പോൾ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ചു. അടുത്ത ദിവസം ബർന്നബാസുമൊത്ത് അവൻ ദെർബയിലേക്ക് പോയി. ആ നഗരത്തിലും അവൻ സുവിശേഷം പ്രസംഗിച്ച് പലരെയും ശിഷ്യരാക്കി. അടുത്ത് നല്ല ഉറക്കെ വായിച്ചു. അനന്തരം അവർ ലിസ്ത്രായിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു വന്നു. വല്ലതും മനസ്സിലായ? ഇതുപോലത്തെ മണ്ടന്മാർ ഈ ലോകത്തിലുണ്ടോന്ന് പൗലോസ്ലീഹ പറഞ്ഞേ, നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ബുദ്ധിമാന്മാർ, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ. ലോകത്തിന്റെ കണ്ണിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നിങ്ങൾ കേറ് കിട്ടിയ സ്ഥലത്തേക്ക്, നിങ്ങളെ തെറ്റിദ്ധരിച്ചിടത്തേക്ക്, നിങ്ങളെ ആട്ടിപ്പുറത്താക്കിയിടത്തേക്ക്, ഏറ്റവും വേദന കുറഞ്ഞ സ്ഥലത്തേക്കല്ല, ഏറ്റവും വേദന കിട്ടിയ സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലുകയാണ്. ആദ്യം ലിസ്ത്രായിലേക്ക്, പിന്നെ ഇക്കോണിയത്തിലേക്ക്, പിന്നെ അന്ത്യോക്യയിലേക്ക് തിരിച്ചു ചെന്ന് അവിടെ പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം പറഞ്ഞ വിഷയമല്ല. വിഷയം മാറി. പറഞ്ഞതാണ്, വിശ്വാസത്തിൽ, സ്ഥിരതയിൽ, സഹനങ്ങളിൽ നിങ്ങൾ പിടിച്ചു നിന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം. കാരണം ഇപ്പൊ ഏറുകൊണ്ട് നിൽക്കുന്ന ആളാണ്. നമ്മളാണ് ചിലപ്പോൾ ഓടിയനെ മതി
നമ്മളെ തെറ്റിദ്ധരിച്ചെടുത്തേക്ക് നമുക്ക് വേണ്ട, നമ്മളെ വിലയില്ലാത്തടത്തേക്ക് നമുക്ക് വേണ്ട, നമ്മുടെ സ്നേഹം കൊടുത്തിട്ട് അത് തള്ളിപ്പറഞ്ഞെടുത്തേക്ക് നമുക്ക് വേണ്ട. പക്ഷേ ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, ഇഫ് യു ആർ ട്രൂലി എ ബിലീവർ ഇൻ ഗാഡ്, നീ സത്യമായിട്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നീ ഓടുകയല്ല, നീ തിരിച്ചു ചെല്ലും. ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയിടത്തേക്കല്ല, ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടയിടത്തേക്ക്, നിങ്ങളെ ഏറ്റവും മുറിപ്പെടുത്തിയിടത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം അതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം അതാണ്. ഇട്ടെറിഞ്ഞു പോകാൻ ആരെ കൊണ്ടും പറ്റും. വിശ്വസിക്കാത്തവനും വിശ്വസിക്കുന്നവനും പറ്റും. പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രം, ക്രിസ്തുവിനെ അറിഞ്ഞവന് മാത്രം, ക്രിസ്തുവിന്റെ സ്നേഹം അറിഞ്ഞവന് മാത്രം പോകാൻ പറ്റുന്നൊരിടമാണ്. എവിടെ ഏറുകൊണ്ടോ, എവിടെ തെറ്റിദ്ധരിച്ചോ, എവിടെ മാനഹാരി വന്നോ, എവിടെ പ്രലോഭനങ്ങൾ വന്നോ, എവിടെ ആളുകൾ വീർപ്പ് മുട്ടിച്ചോ, അതേ സ്ഥലത്തേക്ക് തിരിച്ചു ചെന്നിട്ട് ഈശോയ്ക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കാൻ. ലെറ്റ് മീ ആസ്ക് യു, ഡു യു ഹാവ് ദ കറേജ്? ഉത്തരം പിന്നെ പറഞ്ഞാൽ മതി. ഉത്തരം ഇന്ന് ആത്മശോധന നടത്തുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങി ഓടുകയാണോ അതോ പിടിച്ചു നിൽക്കുകയാണോ? ഈശോയുടെ പേരിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ, തിരിച്ചു ചെല്ലാൻ പറ്റുമോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അതെങ്ങനെ പറ്റുന്നത്? അതെങ്ങനെ പറ്റുന്നത്? ഈശോ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധം മാത്രം പോരാ, അതിനെക്കാട്ടൊരു ഹയർ ഗ്രേഡ് വേണം അതിനകത്ത്. ഒരു ഹയർ ഗ്രേഡ്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ കാര്യം എഴുന്നേറ്റ് വന്നുകൊണ്ട് കേൾക്കുന്നതാണ് നല്ലത്. ബൈബിൾ എടുത്ത് കൈ പിടിച്ചു. പൗലോസിലെ തിമോത്തിക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം എടുക്കാം. 2-ാമത്തെ ലേഖനം എടുത്ത് 2 തിമോത്തി 3-ാമത്തെ ഇതേ എടുക്കാം. 2 തിമോത്തി ചാപ്റ്റർ 3. പൗലോസിലേക്ക് എന്തിനാണ് തിരിച്ചു പോയെന്ന്, എന്താണ് പൗലോസിലേക്ക് ശക്തി കൊടുത്തതെന്ന് അവിടെ മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉള്ളിലോട്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. പൗലോസ്ലീഹയുടെ സുവിശേഷ പ്രഘോഷണ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഇത്. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന ചില സമയങ്ങളുണ്ട്, ഇട്ടെറിഞ്ഞു പോകേണ്ട സമയങ്ങളുണ്ട്, പിടിച്ചു നിന്ന സമയങ്ങളുണ്ട്. ഇനിയും നിങ്ങൾക്ക് അയാളെ കാണണ്ടെന്നും ഇനിയും നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ നേരിടാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പറ്റില്ലായിരിക്കും. ആ വ്യക്തി ഇനി കാണാൻ പറ്റില്ലായിരിക്കും. ആ വ്യക്തി തന്ന വേദനകൾ ഇനി മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ സഹനങ്ങളെ ഇനി അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനിയും ഒരു മുറിപ്പെടുത്തുന്ന വാക്കിനെ താങ്ങാനുള്ള ശേഷി നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റുള്ളെങ്കിൽ ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞിട്ട് ആ തെറ്റിദ്ധരിച്ച വീട്ടിലേക്ക് തന്നെ നിങ്ങൾക്കിന്ന് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആ ആളുകളുടെ അടുത്തേക്ക് തന്നെ ഇന്നും തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ തീരെ മനസ്സിലാക്കാതെ പോയ ആ സാഹചര്യത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഒരു സാഹചര്യം അവിടെ മാറിയിട്ടില്ല. എല്ലാം അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങളോട് മിണ്ടാതെ നിൽക്കുന്ന ആ വ്യക്തി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ തെറ്റിദ്ധരിച്ച്, നിങ്ങളെ ചതിച്ച, നിങ്ങളുടെ ആത്മവഞ്ചന കാണിച്ച ആൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊരു കുഴപ്പമില്ല. സങ്കടം മുഴുവൻ നിങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ തിരിച്ചു പോയേ പറ്റൂ. തിരിച്ചു പോയേ പറ്റൂ. തിരിച്ചു പോകണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. പൗലോസിലെ തിരിച്ചു പോയെങ്കിൽ അയാളുടെ ഉള്ളിൽ പ്രവർത്തിച്ച മറ്റൊരു കാര്യം. അച്ഛൻ പറയുന്ന വചനം ശ്രദ്ധിച്ച് കേൾക്കണം. 2 തിമോത്തി 3-ാമത്തെ അധ്യായത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട ശിഷ്യനായ തിമോത്തിയോസിനോട് പൗലോസിലെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. 2 തിമോത്തി 3:10. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യായിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ സ്ഥലങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സഹനത്തെക്കുറിച്ച് പൗലോസ്ലീഹ തിമോത്തിക്ക് പറഞ്ഞു കൊടുക്കാൻ അവിടെ കിടപ്പുണ്ട് ഇയാൾ തിരിച്ചു പോയതിൻ്റെ കാരണം. അടുത്ത വാക്കിങ്ങനെയാണ്: അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. നിങ്ങളെ വാക്യം മലയാളത്തിൽ വായിച്ച് അവസാനിപ്പിക്കരുത്. ബൈബിൾ മടക്കിക്കും. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ വേണേൽ നമുക്ക് പല വേർഷനുകളിൽ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഹി റെസ്ക്യൂഡ് മീ, ഹി സേവ്ഡ് മീ. എന്നെ അവൻ രക്ഷിച്ചു. എന്നതിനകത്ത് നിന്ന്, ഈ കല്ലേറിൽ നിന്ന്, ഈ തെറ്റിദ്ധാരണയിൽ നിന്ന്, ഈ സഹനത്തിൽ നിന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു തരിക ഒരു മിനിറ്റത്തേക്ക്. എന്നെ രക്ഷിച്ചു എന്ന് മലയാളത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കാം. പൗലോസ്ലീഹ ഇത് എഴുതിയേക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഉപയോഗിച്ചേക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: റൂമായി, RHOUMAI. ഒരു വെർബാണ്. റൂമത്തോയ് എന്ന് പറഞ്ഞ ബന്ധപ്പെട്ട ഒരു വാക്ക് ഇതിനോട്ട് കിടപ്പുണ്ട്. ആ ലാംഗ്വേജ് നിങ്ങൾ അറിയില്ല, വിഷമിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ അർത്ഥം നിങ്ങളിന്ന് ഒന്ന് മനസ്സിലാക്കിയെടുത്തേക്കുക. ഒരു വാക്കിലൂടെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഉള്ളിലോട്ട് തരേണ്ട ബോധം ഇതാണ്: അന്ത്യോക്യായിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹനമുണ്ടായി, പക്ഷേ അതിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു എന്നല്ല ഗ്രീക്ക് ഭാഷയിൽ പൗലോസ് എഴുതി വെച്ചേക്കുന്നത്. ഉപയോഗിച്ചേക്കുന്ന വാക്ക് റൂമായി എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം ചുമ്മാ രക്ഷിച്ചു എന്നല്ല. ചുമ്മാ രക്ഷിച്ചു എന്നല്ല. ഇടുവന്നേ, ഇടുവാ. ക്ലാസ്സൊക്കെ മാറ്റി വെച്ചേക്കാം. ഒന്ന് ശ്രദ്ധിച്ചു. കാരണം ചില സമയത്ത് ചിലത് കാണിച്ചു തന്നാലേ പെട്ടെന്ന് പിടികിട്ടും. ഇത് പേപ്പർ പറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പുസ്തകത്തിലൊക്കെ വെക്കുന്നതാണ്. ഇതെൻ്റെയാണ്. ഓക്കെ, ഈ പള്ളിയിലാണ്. ഇതെൻ്റെയാണ്. ഇത് ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു. ചോദിച്ചാൽ അച്ഛൻ തരികയല്ലെന്നറിയാം.
അപ്പം അടുത്ത വഴി തന്നെയാണ്, എടാ കള്ളാ അല്ലേ, ചോദിച്ചാൽ അച്ഛൻ തരികയെന്നറിയാം. അതുകൊണ്ട് എന്നാ ചെയ്യും, അടിച്ചേക്ക. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛ അല്ലേ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് അച്ഛൻ അങ്ങോട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധനം പൊക്കി. നൈസാണല്ലോ, നല്ല പരിപാടിയാണല്ലോ, നൈസായിട്ട് പൊക്കി. പക്ഷേ അച്ഛൻ കണ്ട് കയ്യിലിരിക്കുന്ന സാധനം കാണിച്ചു, പക്ഷെ ഇഷ്ടപ്പെട്ടു, എടുത്തും പോയി. ഈ കള്ളൻ ഇത് മോഷ്ടിച്ച് തെറിഞ്ഞ് ഇത് എൻ്റെ സ്വന്തമായത്, ഇതിൻ്റെ വില എനിക്കറിയാവുന്നതുകൊണ്ട് ഇത് പിടിച്ച് മേടിക്കാൻ ഞാൻ ശ്രമിക്കും. ശരിയാണോ? ഇങ്ങോട്ടാണോ എൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ച് മേടിക്കാൻ ശ്രമിക്കും. കള്ളം വിടുവോ? ഇനി ധ്യാനം കഴിഞ്ഞിട്ട് പുള്ളീനെ പോയി ചൊറിയാൻ നിന്നേക്കരുത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കും. കള്ളം വിടുന്നില്ല, പിടിച്ചു. ഞാനിത് പിടിച്ചെടുക്കുമ്പോൾ ഇതെന്തിനാ ഇത്രയും ഞാൻ മസിൽ പിടിച്ചത് പിടിച്ചെടുക്കുന്നത്? ഇതിൻ്റെ വില എനിക്കറിയാം, ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതെൻ്റെ സ്വന്തമാണ് അല്ലേ. കളർ എടുത്തുകൊണ്ട് പോകാനുള്ളതാണോ? അല്ല, ഇത് ഞാൻ വില കൊടുത്ത് മേടിച്ച, ഞാൻ ഇത്രയും കാലം എൻ്റെ കൂടെ വെച്ച എൻ്റെ സ്വന്തം സാധനമാണ്. ഇതങ്ങനെ കള്ളം കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് എന്ത് ബലപ്രയോഗത്തിലൂടെ ഞാനിത് തിരിച്ചു പിടിക്കും. കാരണം ഇതാരുടേതാണ്, ഇതെൻ്റെതാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എൻ്റെതായതുകൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. ഇത് തിരിച്ചു പിടിച്ചാൽ ഈ സ്കെയിലിനെ കുറിച്ച് എനിക്ക് പറയാം. കള്ളം കൊണ്ടുപോയി നശിപ്പിക്കാൻ സാധ്യതയുള്ള, കള്ളം കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഈ സ്കെയിലിനെ ജിൻസച്ചൻ രക്ഷിച്ചെടുത്തു. ശരിയാണോ? അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും ഞാൻ പീഡനം അനുഭവിച്ചു. അവിടെ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റൂമായി എന്നാണ്. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വരുന്നത് എങ്ങനെയാണ്? രക്ഷിച്ചു എന്നല്ല. ഇത് നിങ്ങളിത് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ എന്തെങ്കിലും സാധനം കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയാലും നിങ്ങളിങ്ങനെ പിടിച്ച് നോക്കാൻ ശ്രമിക്കുമ്പോഴേ നാച്ചുറലായിട്ട് ഈ കള്ളനെക്കാട്ടും ബലം പിടിച്ച് നിങ്ങൾ തിരിച്ചു മേടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തോട്ടാണ് ഇത് പോകുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടോ? ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. വീട്ടിൽ പോയിട്ട് ഇന്ന് വഴക്കുണ്ടാക്കും, ഒരു സാധനം ഇങ്ങനെ പിടിച്ച് വലിക്കാൻ വേണ്ടി ശ്രമിക്കും. നാച്ചുറലി, ഐ ബിലീവ് നാച്ചുറലി ഇത് പോകാൻ പോകുന്നത് ഇങ്ങോട്ടാണ്, വയറ്റോട്ടോ തലയിലോട്ടോ ഒന്നുമല്ല. ഞാനിത് എൻ്റെ സ്വന്തമായ സാധനം പിടിച്ചെടുക്കാൻ ശ്രമിക്കും, ഇത് അറിയാണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. നിങ്ങളത് നോക്കിക്കോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം ഇന്ന് വീട്ടിൽ പോയിട്ട് ഡെമോ ചെയ്ത് നോക്ക്, അറിയാണ്ട് നെഞ്ചലത്തോട്ടാണ് വരും. സോ ദാറ്റ് ഈസ് എ മീനിങ്. പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന റൂമ എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായിട്ട് വരുന്നത് എങ്ങനെയാണ്? അവിടെ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു എന്നല്ല, അവിടെ നിന്നെല്ലാം കർത്താവ് എന്നെ തൻ്റെ ഹൃദയത്തോട് വലിച്ച് അടുപ്പിച്ചു. കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒരാൾക്ക് എങ്ങനെ തിരിച്ചു പോകാണ്ടിരിക്കാൻ പറ്റും? പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് പിടികിട്ടിയോ? അതായത് ഇത് ഇയാളിത് പിടിച്ചു മേടിക്കാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് അയാളുടെ സ്വന്തമാണ്. എന്നാ സഹനം വന്നാലും, എന്നാ തെറ്റിദ്ധാരണ വന്നാലും, എന്ത് പുഴുക്കുത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റാലും, നിങ്ങൾ ഏറ്റവും തോറ്റ് ഏറ്റവും കീറി മുറിഞ്ഞ് നിൽക്കുമ്പോഴും, നിങ്ങൾ ആത്മവഞ്ചനയുടെ ഏറ്റവും വലിയ ഭാരം കൊണ്ട് നിൽക്കുമ്പോഴും, നിങ്ങൾ തീ പൊള്ളി നിൽക്കുമ്പോഴും, നിങ്ങളെ സഹായിക്കാൻ ഒരാളില്ലാത്തപ്പോഴും, നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ പിടിച്ചെടുക്കാൻ, നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ ആ ആൾ നിങ്ങളെ ആ വേദനയിൽ നിന്ന്, തെറ്റിദ്ധാരണയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ നല്ല അച്ഛൻ പറയണത്. ആ തെറ്റിദ്ധാരണയിൽ, ആ വേദനയിൽ, ആ പ്രലോഭനത്തിൽ, ആ പടുകുഴിയിലേക്ക് കൈ നീട്ടിപ്പിടിച്ച ഒരാൾ നിങ്ങളെ പൊക്കിയെടുത്ത് ചുമ്മാ അപ്പുറത്തോ ഇപ്പുറത്തോ കൊണ്ട് വെക്കുകയല്ല, അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഇട്ടേച്ച് പോകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ആ സഹനം വന്ന സ്ഥലത്തേക്ക് നിങ്ങൾ തിരിച്ചു പോയത് എന്തിനാണെന്നറിയോ? എവിടെയോ ഉള്ളിൽ വെച്ച് അറിഞ്ഞു, ഈ സഹനത്തിലാണ് അപ്പൻ്റെ നെഞ്ചോട് ഞാൻ ചേർന്നത്. ഈ സഹനമില്ലായിരുന്നെങ്കിൽ, ഈ തെറ്റിദ്ധാരണ ഇല്ലായിരുന്നെങ്കിൽ, ഇത്രയും വലിയൊരു വീഴ്ച വന്നില്ലായിരുന്നെങ്കിൽ, ഞാനൊരു ചുമ്മാ പഴം പുഴുങ്ങിയ ക്രിസ്ത്യാനിയായിട്ട് നിന്നേനെ. നൗ ഐ ആം എ പവർഫുൾ ക്രിസ്ത്യൻ. എൻ്റെ ഈശോയുടെ നെഞ്ചിൻ്റെ ചൂടറിഞ്ഞ ക്രിസ്ത്യാനിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ അറിഞ്ഞോണം, ആ ചൂട് വേറെ എങ്ങോട്ട് നമുക്കൊന്നും കൊടുക്കാനില്ല, വേറെ എങ്ങോട്ട് നമുക്ക് ചേരാനില്ല. ഇത് ഇന്ന് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന വചനങ്ങളെല്ലാം എനിക്കറിയാം നിങ്ങൾ ഇന്ന് വന്ന ഇവിടെ ഇരിക്കുന്ന സകല എണ്ണത്തിനും കടന്നു പോകാനുള്ള അടുത്തൊരു വഴിയാണ്. നിങ്ങൾ ചാടിക്കയറുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് ഞാനത് വിശ്വസിച്ച് ഞാനത് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കേട്ട വചനം 30 60 അല്ല, 100 മേനി ഈ വചനവും അതിൻ്റെ വ്യാഖ്യാനവും നിങ്ങൾ ബലം ചൂടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നത് ഞാൻ ഈശോയുടെ നാമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യാം. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. നെഞ്ചോട് ചേർന്നിരുന്നു ആരുടെ? ഈശോടെ. അതിപ്പൊള്ളുന്ന സമയങ്ങളിൽ നിങ്ങൾ കയറിയിരിക്കും. പൗലോസ് തിരിച്ചു ചെന്നു, ബോധമായിരുന്നു, എന്നെ അവൻ രക്ഷിച്ചു മാത്രമല്ല അവൻ്റെ നെഞ്ചോട് എന്നെ ചേർത്ത് പിടിച്ചു. ഇപ്പം എവിടാ നിങ്ങൾ? ഇന്ന് വീട്ടിൽ പോകണ്ടേ? ഇന്നാ ജോലി സ്ഥലത്തേക്കും നാളെ പഠിക്കുന്ന സ്ഥലത്തേക്കും പോകണ്ടേ? ആ വിഷമിപ്പിച്ച ആൾക്കാർ ഇനിയും കാണണ്ടേ? കാണും, ഇങ്ങനെ നിന്ന് കാണും. തലയുയർത്തിപ്പിടിച്ച് അവരെ കണ്ണിൽ നോക്കി നമ്മൾ നിൽക്കും.
വേദനിപ്പിച്ച അപ്പനെ നോക്കി അപ്പാ, അപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ പറയും. സ്നേഹിക്കാതിരുന്ന അമ്മേനെ നോക്കിയിട്ട് അമ്മ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കും. പരിഗണന തരാത്ത ജീവിത പങ്കാളിയോട് പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ട നിൽക്കുന്നുണ്ടെന്ന് പറയും. തിരിച്ച് തറുതല മാത്രം പറഞ്ഞ മകനോടും മകളോടും പറയും കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ പറയും. നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ സുപ്പീരിയേഴ്സിനോട് നിങ്ങൾ പറയും സാരമില്ല എന്ന് പറയും. നിങ്ങളെ ആത്മവഞ്ചന തന്ന നിങ്ങളുടെ സഹപാഠിയോട്, നിങ്ങളുടെ ഹൃദയം കീറി മുറിച്ച ആത്മവഞ്ചന നടത്തി കടന്നുപോയി പൊട്ടിച്ചിരിക്കുന്ന ആ വ്യക്തിയോട് നിങ്ങൾ പറയും നോ പ്രോബ്ലം. കാരണം നിങ്ങൾ എന്നെ നെഞ്ചിൽ നിന്ന് എടുത്തു മാറ്റി ഞാൻ കയറിയിരിക്കുന്ന ഇപ്പോൾ വേറൊരാളുടെ ഹൃദയത്തിലാണ്, ഈശോയുടെ ഹൃദയത്തിൽ അല്ലേ. നിങ്ങളെന്നെ പറ്റിച്ചു, പക്ഷേ വേറൊരാളെ ഞാൻ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടപ്പുണ്ടെന്ന്. ആരെ? ഈശോയെ. നിങ്ങളെന്നെ ചതിച്ചു, പക്ഷെ ഒരാൾ എനിക്ക് വേണ്ടി മരിച്ചു. നിങ്ങളെന്നെ മുറിപ്പെടുത്തി, പക്ഷെ ഒരാൾ എനിക്ക് വേണ്ടി ഒരു വലിയ മുറിവായിട്ട് അവിടെ നിൽപ്പുണ്ട്. നിങ്ങളെൻ്റെ ഹൃദയത്തിൽ മുറിവ് തന്നു, പക്ഷേ എനിക്ക് വേണ്ടി ഹൃദയം മുറിച്ചു പിടിച്ച ഒരാൾ അവിടെ തന്നെ ഉണ്ട്. നിങ്ങളെന്നെ സ്നേഹിക്കും അവസാനം വരെ സ്നേഹിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ ഇട്ടേച്ചു പോയി, പക്ഷേ യുഗാന്ത്യം വരെ കൂടെ കാണുമെന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഐ വോണ്ട് സ്റ്റെപ്പ് ബാക്ക്, ഐ വോണ്ട് ഫെയിൽ. നമ്മൾ തോക്കൂലെന്ന്. കാരണം ആര് കൂടെയുണ്ട്? അവർ നിനക്കെതിരെ യുദ്ധം ചെയ്യും, ജയിക്കില്ല. കാരണം നിന്നെ നയിക്കാൻ, നിന്റെ കൂടെ നിൽക്കാൻ നിനക്കൊരു കർത്താവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.